السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، ومن تبعهم بإحسان إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك خير هذه الليلة وخير ما بعدها، ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. ബഹുമാന്യരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു മുസ്ലിമിൻ്റെ അഖീദയെ, വിശ്വാസാടിത്തറകളെ ബാധിക്കുന്ന, അതിനെതിരാകുന്ന നമ്മുടെ വാക്കിൽ സംഭവിക്കുന്ന വാചികമായ അബദ്ധങ്ങൾ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഉദാഹരണ സഹിതം അവരുടെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചിട്ടുള്ള ചില പ്രധാനപ്പെട്ട അബദ്ധങ്ങൾ ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് വഹുവ വലിയു തൗഫീഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിനാൽ നാം വിശദീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന അടിസ്ഥാനപരമായ ചില പാഠങ്ങൾ ഇതിൻ്റെ ആമുഖമെന്നോണം ആദ്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ സംസാരം, നമ്മിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ, വാചകങ്ങൾ, അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം നമ്മൾ പ്രയോഗിക്കാൻ. ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നമ്മളെല്ലാവരും നമ്മുടെ വാക്കുകൾ ശ്രദ്ധിക്കണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ്. അല്ലാഹു പറയുന്നു സൂറത്തുൽ അഹ്സാബിലൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ എല്ലാ ഖുതുബകളുടെയും തുടക്കത്തിൽ, ഖുതുബത്തുൽ ഹാജയിൽ, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന 3 ആയത്തുകളിൽ ഒരായത്തായി നമ്മളും എല്ലാ സംസാരങ്ങളുടെയും തുടക്കത്തിൽ സാമാന്യം കേൾക്കുന്ന ആയത്താണിത്. എന്താണ് അല്ലാഹു പറഞ്ഞത് ഈ ആയത്തിൽ? സൂറത്തുൽ അഹ്സാബിലെ 70-ാമത്തെ ആയത്തിൽ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വഖൂലു ഖൗലൻ സദീദ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, തഖ്വ ചെയ്യണം. എങ്ങനെയാണ് നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യേണ്ടത്? അല്ലാഹു ഹറാമാക്കിയതെല്ലാം ഒഴിവാക്കി, അല്ലാഹു നിർബന്ധമാക്കിയതെല്ലാം പ്രാവർത്തികമാക്കി നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യണം. വഖൂലു ഖൗലൻ സദീദ, ഒപ്പം നിങ്ങൾ സദീദായ വാക്ക് പറയണം, നല്ല വാക്ക് മൊഴിയണം. എന്താണ് അൽ ഖൗലു സദീദ് എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, അൽ ഖൗലുൽ ഹഖ്ഖു സ്വവാബ്, നേരായ വാക്ക്, ശരിയായ വാക്ക്. വളിദ്ദുൽ ബാത്തിൽ, നിരർത്ഥകമല്ലാത്ത, വ്യർത്ഥമല്ലാത്ത, അനർത്ഥമല്ലാത്ത വാക്ക്. അപ്പം ഏറ്റവും ശരിയായ, ഏറ്റവും അനുയോജ്യമായ, ഏറ്റവും സുരക്ഷിതമായ, സത്യമായ വാക്ക്, നല്ല വാക്ക് നമ്മൾ പറയണം. സൂറത്തുൽ ഇസ്രായിലെ 53-ാമത്തെ ആയത്തിൽ അല്ലാഹു വീണ്ടും പറയുന്നു, നബിയോട് പറയാൻ വേണ്ടി പറയുന്നു, വഖുൽ ലിഇബാദി, പറയുക നബി, എൻ്റെ അടിമകളോട് പറയുക, യഖൂലുല്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല, ഏറ്റവും മനോഹരമായ വാക്കുകൾ അവർ പറയാൻ വേണ്ടി അവരോട് കൽപ്പിക്കുക നബിയെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുണർത്തുകയാണ്. ഹദീസുകളിലെമ്പാടും
വാക്കുകൾ ശ്രദ്ധിക്കാനുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉണർത്തലുകൾ നമുക്ക് കാണാം. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരുപക്ഷെ മനപ്പാടമുള്ള ഹദീസായിരിക്കും. സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും നമുക്ക് വായിക്കാൻ സാധിക്കുന്ന പ്രസിദ്ധമായ ഹദീസ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരാണോ അല്ലാഹുവിലും ഖിയാമത്ത് നാളിൽ ഈമാനുള്ളവൻ, അവൻ സംസാരിക്കുന്നുവെങ്കിൽ ഖൈറായത് നല്ലത് സംസാരിക്കട്ടെ, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. ഇതാണ് നമ്മുടെ സംസാര മര്യാദ. എന്ത് സംസാരിക്കണം, എന്ത് സംസാരിച്ചുകൂടാ. സംസ്കാരത്തിന്റെ പരിധിയാണത്. ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. സംസാരിക്കുന്നുവെങ്കിൽ ഖൈറായത് സംസാരിക്കട്ടെ, ഖൈറായതൊന്നും സംസാരിക്കാനില്ലെങ്കിലോ മിണ്ടാതിരിക്കട്ടെ. ഔ ലിയസ്മുത്. എത്ര മനോഹരമാണ് ഈ ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ വളരെ ഗൗരവമുള്ള ഹദീസുകൾ നമ്മെ കേൾപ്പിച്ചിട്ടുണ്ട് സഹാബത്തിലൂടെ. സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്ന മറ്റൊരു ഹദീസ്, മൻ യൽമൻ ലി മാ ബൈന ലഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അദ്മൻ ലഹുൽ ജന്ന. ആരാണോ തൻ്റെ രണ്ട് താടിയലിനിടയിലുള്ളതും തൻ്റെ രണ്ട് കാലുകൾക്കിടയിലുള്ളതും അത് സുരക്ഷിതമായി അള്ളാഹുവിന് തൃപ്തിയുള്ള രൂപത്തിൽ ഉപയോഗിക്കുമെന്ന് ഉറപ്പ് നൽകുന്നത്, ജാമ്യം നിൽക്കുന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ തിരിച്ചവർക്ക് ജാമ്യം നൽകുന്നത് എന്താണ്? അൽ ജന്ന. അവർക്ക് സ്വർഗം കൊണ്ട് ഞാൻ ജാമ്യം നിൽക്കാം. അപ്പൊ നാവ് എന്നുള്ളത്, നമ്മുടെ വാക്ക് എന്നുള്ളത്, പണ്ഡിതന്മാർ പറഞ്ഞു ഇമ്മ ഇല ജന്ന ഇമ്മ ഇലന്നാർ. ഒന്നുകിൽ അത് സ്വർഗത്തിലേക്കുള്ള വഴിയാകാം, അല്ലെങ്കിൽ അത് നരകത്തിലേക്കുള്ള വഴിയാകാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ ചിലർ ചോദിച്ചില്ലേ, ജനങ്ങളിൽ അധിക പേരും നരകത്തിൽ പ്രവേശിക്കാൻ കാരണമായിട്ടുള്ള കാര്യം എന്താണെന്ന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടു കാര്യങ്ങളാണ് എണ്ണിയത്, രണ്ടവയവങ്ങളെയാണ് എണ്ണിയത്. അൽ ഫമു വൽ ഫർജു. വായും ലൈംഗിക അവയവവും. വായ എന്ന് പറഞ്ഞാൽ എന്താണ്? അതുകൊണ്ട് ഉദ്ദേശം നാവാണ്, വാ കൊണ്ടുള്ള സംസാരമാണ്. അതുകൊണ്ട് നാവ് കൊണ്ടുള്ള സംസാരം നരകത്തിലധികയാളെയും പ്രവേശിപ്പിക്കാൻ കാരണമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ വാക്കുകൊണ്ട് ഒന്നുകിൽ നമുക്ക് നരകത്തിലേക്ക് പോകാം, അതല്ലെങ്കിൽ സ്വർഗം തിരഞ്ഞെടുക്കാം. അതുകൊണ്ടാണ് ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു കാര്യം നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് ആലോചിക്കണം. സംസാരത്തിന് മുമ്പ് നമ്മുടെ ഹൃദയം, നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കണം. എന്ത് ഞാൻ സംസാരിക്കണം, എന്ത് സംസാരിച്ചുകൂടാ, ഏത് വിഷയത്തിലാണ് ഞാൻ മൗനം അവലംബിക്കേണ്ടത്, എന്താണ് ഞാൻ തുറന്നു പറയേണ്ടത്, ഇത് നമ്മൾ ആലോചിക്കണം. അപ്പൊ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈ പറയാനിരിക്കുന്നത് ഖൈറാണ് എങ്കിൽ അത് പറയാം. ഫല്യഖുൽ ഖൈറൻ. ഖൈറല്ല എന്നെങ്കിൽ മിണ്ടാതിരിക്കാം. ഔ ലിയസ്മുത്. ഇനി ഖൈറിനും ഷെറിനും ഒരുപോലെ സാധ്യതയുണ്ട്, അപ്പോൾ എന്ത് ചെയ്യും? അവിടെയും മിണ്ടാതിരിക്കാം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ സ്വമത നജ. ആര് മിണ്ടാതിരുന്നോ അവൻ രക്ഷപ്പെട്ടു, അവൻ കഴിച്ചിലായി. അതുകൊണ്ട് ഖൈറാണെന്ന് ഉറപ്പുവരുത്തി അത് സംസാരിക്കുക, ഷെറാണെങ്കിൽ മിണ്ടാതിരിക്കുക. ഖൈറിനും ഷെറിനും ഒരുപോലെ സാധ്യതയുണ്ട്, അവിടെയും മൗനമാണ് വിദ്വാനുഭൂഷണം. മൻ സ്വമത നജ. മുആദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന പ്രസിദ്ധമായ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചില്ലേ, ഹൽ യുകിബ്ബുൻ നാസ അലാ വുജൂഹിഹിം ഫിന്നാർ ഇല്ലാ ഹസായിദു അൽസിനതിഹിം. ജനങ്ങളെ നരകത്തിൽ മുഖം കുത്തി വീഴ്ത്തുന്നത് അവരുടെ നാവുകൾ കൊയ്തു വെച്ചതുകൊണ്ടല്ലാതെ മറ്റെന്താണ്? നാവുകൾ അതുകൊണ്ട് സംസാരിച്ചവർ കൊയ്തെടുത്ത തിന്മകളല്ലാതെ മറ്റെന്താണ് ജനങ്ങൾ നരകത്തിൽ മുഖം കുത്തി വീഴാൻ കാരണമായിട്ടുള്ളത് എന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. വേറെ ചില ഹദീസുകളിൽ കാണാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലെ അടിസ്ഥാനവും ശാഖാപരവുമായ നന്മകൾ എണ്ണി പറയുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിക്കുന്നു, ഇതെല്ലാം നിങ്ങൾക്ക് സ്വരുക്കൂട്ടാൻ, നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാവ് ചൂണ്ടി പറഞ്ഞു, ഇതിനെ നിങ്ങൾ പിടിച്ചു വെക്കുക, ഇതിനെ നിങ്ങൾ പിടിച്ചു വെക്കുക. പണ്ഡിതന്മാർ പറഞ്ഞു, നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾ ജയിലിലടക്കുന്നത് പോലെ നിങ്ങളുടെ നാവിനെ നിങ്ങൾ തടവിലാക്കുക. ആവശ്യത്തിന് മാത്രം അല്ലേ, ഒരു തടവുകാരനെ, ജയിൽ പുള്ളിയെ ജയിലിലടച്ചാൽ അവന്റെ സ്വാതന്ത്ര്യം അവിടെ നിഷേധിക്കപ്പെടും. സൂര്യപ്രകാശം പോലും കാണാൻ ആഴ്ചയിലൊരു ദിവസം അല്ലെങ്കിൽ മാസത്തിലൊരു ദിവസം സമയം ഫിക്സ് ചെയ്യും. ആ സമയത്ത് റേഷൻ കൊടുക്കുന്ന പോലെ സൂര്യപ്രകാശം പോലും അവന് കാണിച്ചു കൊടുക്കുന്നു.
പരിമിതികളുണ്ട്, പരിധികളുണ്ട്, റെസ്ട്രിക്ഷൻസ് ഉണ്ട്, സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നുണ്ട്. ഇതുപോലെ നാവിനെ നിങ്ങൾ കെട്ടിയിടണം, കടിഞ്ഞാണിടം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റു ചില ഹദീസുകളിൽ കാണാം, അവയവങ്ങളെല്ലാം നാവിനെ ദിവസവും പഴിക്കും. ശരീരത്തിലെ അവയവങ്ങളെല്ലാം നാവിനോട് പറയും, നീ സൂക്ഷിക്കണം, നിന്നെ കൊണ്ടാണ് ഞങ്ങളുടെ നിലനിൽപ്പ്, നീ നേരായാൽ ഞങ്ങൾ നേരായി, നീ വഴിതെറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ വഴിതെറ്റും എന്ന അവയവങ്ങൾ നാവിനോട് സംവദിക്കുമ്പോഴും സ്വഹീഹായ ഹദീസുകളിൽ കാണാവുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ വാക്കുകൾ ശ്രദ്ധിക്കണം. അത് ശരിയാകണം, അത് ഹക്കാകണം, അത് അഹ്സനാകണം, ഏറ്റവും മനോഹരമാകണം, ഏറ്റവും അനുയോജ്യമാകണം എന്ന അടിസ്ഥാനം നമ്മൾ ഓർക്കണം. നാവ്, വാക്ക് ഒന്നുകിൽ നമ്മെ സ്വർഗത്തിലേക്കും അതല്ലെങ്കിൽ നമ്മെ നരകത്തിലേക്കും നയിക്കുന്നതാണ്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന രണ്ടു പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളുണ്ട്. ഇത്രയും ഞാൻ പറഞ്ഞത് ഈ വിഷയത്തിലേക്കുള്ള ഒരു മുഖവുര എന്ന നിലക്കാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട രണ്ടടിസ്ഥാനങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ. ഒന്നാമതായി, ശറഅന്റെ ഭാഷയിൽ ഒരാളുടെ വാക്ക്, സംസാരം അത് ശരിയാകാതെ, അത് നേരാകാതെ, അയാൾ മനസ്സിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുന്നിടത്ത് അതൊരു ന്യായമായി പരിഗണിക്കുന്നതല്ല. പണ്ഡിതന്മാർ ആ രംഗത്തെ ഒരു നിയമം, ഒരു ഖായിദ പഠിപ്പിക്കുന്നു. ഹുസ്നുൽ ഖസ്ദി ലാ യഅനി സിഹ്ഹത്തുൽ അൽഫാദ്. നല്ല വിചാരം മോശമായ വാക്കുകളെ സാധൂകരിക്കുന്നില്ല. ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി ഒരാൾ ചീത്ത വിളിക്കുന്നു, പ്രത്യക്ഷത്തിൽ നമ്മൾ അവന്റെ വായിൽ നിന്ന് കേൾക്കുന്ന ചീത്തയാണ്. എന്നിട്ട് അവൻ പറയുന്നു, ഞാൻ അയാളെക്കുറിച്ച് നല്ലതല്ല ഒന്നും വിചാരിച്ചിട്ടില്ല, എൻ്റെ ലക്ഷ്യം നന്നായിരുന്നു, പക്ഷെ അവന്റെ വായിൽ നിന്ന് പുറത്തു ചാടിയതോ മോശമായ വാക്കാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. ചിലപ്പോൾ മനുഷ്യന്മാർക്ക് അബദ്ധം സംഭവിക്കാം. വ്യംഗ്യമായ ചില പ്രയോഗങ്ങൾ ചിലപ്പോൾ നമ്മൾ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ, ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചത് ആ ആശയം പ്രതിഫലിപ്പിക്കാൻ പര്യാപ്തമായ വാക്കുകൾ ആ സമയത്ത് നമ്മുടെ നാവിൽ വരാതിരുന്നേക്കാം, അല്ലേ? നമ്മുടെ മനസ്സിൽ ഉദ്ദേശിച്ച് അതുപോലെ പറയാൻ ചിലപ്പോൾ നമുക്ക് ഭാഷ അറിയാത്ത പ്രശ്നം ഉണ്ടാകാം, നമ്മുടെ സംസാരത്തിലുള്ള വൈകല്യം ഉണ്ടാകാം, നാക്കുപിഴവുണ്ടാകാം, ഇങ്ങനെ പലതും സംഭവിക്കാം. അത് വേറെ കാര്യം. അതിനപ്പുറത്ത് ഞാൻ പറയുന്നത് ശരീഅത്തിനെതിരായ, ദീനിനെതിരായ, ദീനിന്റെ അഖീദക്കും അടിത്തറകൾക്കുമെതിരായ സംസാരം നമ്മളെ വാക്കിൽ നിന്ന് വരുന്നു. എന്നിട്ട് പറയും നമ്മളത് ഉദ്ദേശിച്ചിട്ടില്ല. വാക്ക് മോശമായത് വാക്ക് തന്നെയാണ്. ബാക്കി മനസ്സിലുള്ള കാര്യം അവൻ അള്ളാഹുമായി തീർക്കേണ്ട കാര്യമാണ്, അള്ളാഹുവിനോട് ഏറ്റുപറയേണ്ട കാര്യമാണ്. അതുകൊണ്ട് മോശമായ വാക്കുകളും പദപ്രയോഗങ്ങളും ദീനിനെതിരായ സംസാരങ്ങളും നടത്തിയിട്ട് ഞാനത് ഉദ്ദേശിച്ചിട്ടില്ലേ എന്ന് പറയുന്നത് ന്യായമായി പരിഗണിക്കാവതല്ല. മറ്റൊരു വശം പറയുകയാണെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞു, നാവ് എന്നുള്ളത് അത് കൈലുകൾക്ക് സമാനമാണ്. അടുപ്പത്ത് ഭക്ഷണം തയ്യാറാക്കാൻ വെച്ചിട്ടുള്ള ഒരു കലം, അതിൽ ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ പാചകം ചെയ്യുന്നു. അടുപ്പത്ത് കലത്തിലുള്ള വസ്തു അത് തിളച്ചു മറിയുന്നു. അതിലെന്താണ് ഉണ്ടാക്കുന്നത്? ഭക്ഷണമാണ്. ആ അടുപ്പത്ത് വെച്ചിരിക്കുന്ന കലങ്ങൾക്കു സമാനമാണ് നമ്മുടെ കൽബുകൾ, നമ്മുടെ ഹൃദയങ്ങൾ. ആ കലത്തിനകത്ത് പാചകം ചെയ്യുന്ന സംഗതി കോരിയെടുക്കുന്ന കൈലുകളാണ് നമ്മുടെ നാവ്. അപ്പൊ നമ്മുടെ കൽബിനകത്ത് എന്താണോ പാചകം ചെയ്യപ്പെടുന്നത്, ചിലപ്പോൾ മധുരമുള്ളതായിരിക്കാം, അത് ചിലപ്പോൾ തേനൂറുന്നതായിരിക്കാം, ചിലപ്പോൾ കൈപ്പേറിയതായിരിക്കാം, കേട്ടാൽ അറക്കുന്നതായിരിക്കാം. ഈ കൽബിനകത്ത്, കൽബാകുന്ന കലത്തിനകത്ത് പാചകം ചെയ്യപ്പെടുന്ന വിഭവങ്ങൾ കോരിയെടുത്ത് വിളമ്പി കൊടുക്കുന്ന അവയവമാണ്, കയ്യിലാണ് നാവ്. അപ്പൊ നമ്മുടെ കൽബിനകത്ത് എന്താണോ സാധനം പിടിച്ചത് അതായിരിക്കും നമ്മൾ മറ്റുള്ളവർക്ക് വിളമ്പി കൊടുക്കുക, അല്ലേ? ചില ആളുകൾ സംസാരം കേട്ട് കഴിഞ്ഞാൽ കേട്ടാലിറക്കും, കൈപ്പേറിയ അനുഭവമായിരിക്കും, നോവുന്ന പൊള്ളുന്ന വേദനയായിരിക്കും. ഒരു വെട്ട് വാൾ കൊണ്ട് നമ്മെ പ്രഹരിക്കുന്നതിനേക്കാൾ മുറിവേറുന്ന വാക്കുകളായിരിക്കും, വാക്ശരങ്ങളായിരിക്കും. അതുകൊണ്ട് ആളുകളുടെ നാവിലൂടെ തുളുമ്പുന്നത് പൊതുവേ അവരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച, ഇഷ്ടപ്പെട്ട, അവരെ ആകർഷിച്ച, അവർ പാചകം ചെയ്തെടുത്ത വിഭവങ്ങളായിരിക്കും.
അപ്പോൾ നമ്മുടെ നാവാകുന്ന കൈലുകൾ മറ്റുള്ളവർക്ക് വിളമ്പിക്കൊടുക്കുന്ന ഭക്ഷണ വിഭവങ്ങൾ എപ്പോഴും മധുരമുള്ളതും തേനൂറുന്നതുമായിരിക്കണം. അത് മറ്റൊരു കാര്യം. സഹോദരങ്ങളെ, നമ്മൾ സംസാരിക്കുന്നത് ശരീഅത്തിന്റെ വിഷയം, ദീനിന്റെ കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ, ദീനുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണമെന്നതാണ്. അവിടെ നമ്മുടെ ഉദ്ദേശം അങ്ങനെയായിരുന്നില്ല, ഇങ്ങനെയായിരുന്നില്ല എന്ന് ന്യായീകരിച്ച് മോശം പദപ്രയോഗങ്ങളെ സാധൂകരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. പണ്ഡിതന്മാർ പറയുന്നു, ഫല്ലഫ്ദുൽ ഖബീഹു ഖബീഹുൻ, മോശമായ പദപ്രയോഗം അത് മോശം തന്നെയാണ്. ഇനി അതിലേക്ക് മനസ്സിന്റെ മോശമായ ഉദ്ദേശം കൂടി വന്നാലോ, മനസ്സിലത് ഉദ്ദേശിച്ചിട്ട് തന്നെ പറഞ്ഞെങ്കിലോ ഇരട്ടി ശിക്ഷയായി. മോശമായ ഉദ്ദേശത്തോടെ മോശമായ പദപ്രയോഗം നടത്തി, അപ്പൊ ഇരട്ടി ശിക്ഷയായി. ഇനി മനസ്സിൽ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തന്നെ വിചാരിക്കുക, പക്ഷെ പദപ്രയോഗം മോശമാണ്. ആ പദം മോശമായതിന് നമ്മൾ വിചാരണ ചെയ്യപ്പെടും. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. ഞാൻ ഈ റിസാല, ഈ വിഷയം സംസാരിക്കാൻ അവലംബിച്ചിട്ടുള്ള ഇന്ന് മദീനയിൽ ജീവിച്ചിരിക്കുന്ന മസ്ജിദ് നബവിയിൽ മദീനത്ത് ദർസെടുക്കുന്ന ജാമിയ ഇസ്ലാമിയയിലെ അഖീദ വിഭാഗം അധ്യാപകനായ ഷെയ്ഖ് സാലിഹ് സിന്ദി ഹഫിളഹുല്ല, അദ്ദേഹത്തിൻ്റെ ഒരു റിസാലയാണ് ഇതിൻ്റെ പ്രധാന അവലംബം. അദ്ദേഹം പറയുന്നു, ഞാൻ ഈ പറഞ്ഞ ഈ ഖായിദക്ക് തെളിവായി അദ്ദേഹം പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 104-ാമത്തെ ആയത്തിലൂടെ മുഅ്മിനീങ്ങളെ വിളിച്ചു പറയുന്നു, സ്വഹാബികളെ വിളിച്ചു പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ മജ്ലിസിലിരുന്ന സ്വഹാബത്തിനെ വിളിച്ചു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, ലാ തഖൂലു റാഇന, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് റാഇന എന്ന് പറയരുത്. വഖൂലു ഉൻദുർനാ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് ഉൻദുർനാ എന്ന് പറയണം. ഇസ്മഉ, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇവിടെ നോക്കൂ, നിങ്ങൾ ഈ റാഇന എന്ന പ്രയോഗം, ഞങ്ങളെ ശ്രദ്ധിക്കണം, ഞങ്ങളെ ഗൗനിക്കണം, സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞങ്ങളെ പരിഗണിച്ച് സംസാരിക്കണം എന്ന അർത്ഥം ധ്വനിപ്പിക്കുന്ന വാക്കാണ് റാഇന. പക്ഷെ അതിന് മറ്റൊരർത്ഥമുണ്ട്, ദ്വയാർത്ഥമുള്ള വാക്കാണ്. സാക്ഷാൽ യഹൂദികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞങ്ങൾക്ക് അനുഭാവമുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, നബി പറയുന്നത് ഞങ്ങൾ കേൾക്കുന്നുണ്ട്, വീക്ഷിക്കുന്നുണ്ട് എന്ന് ധരിപ്പിക്കാൻ വേണ്ടി, എന്നാൽ ഒരു ദ്വയാർത്ഥം ധ്വനിപ്പിക്കുന്ന വാക്കായി അവർ പ്രയോഗിക്കുന്ന പ്രയോഗമാണ് റാഇന. നബിയെക്കുറിച്ച് എന്താ പറയുക, ബുദ്ധിശൂന്യത, അതല്ലെങ്കിൽ വിഡ്ഢിത്തം, അർത്ഥശൂന്യമായ വാക്ക് പറയുക എന്ന അർത്ഥത്തിൽ റഊനത്ത് എന്ന അർത്ഥം ധ്വനിപ്പിക്കുന്ന ഒരു പദപ്രയോഗം കൂടിയാണ് റാഇന. അപ്പൊ യഹൂദർ ഉദ്ദേശിക്കുന്നത് നബിയെ പരിഹസിക്കാനാണ്, നബിയെ അവഹേളിക്കാനാണ്. പക്ഷെ അതിന് ഈ അർത്ഥമില്ലേ, ശ്രദ്ധിക്കണം, ഞങ്ങളെ ഗൗനിക്കണം എന്ന അർത്ഥമില്ലേ? ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബികളെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ ആ വാക്ക് പറയരുത്. സ്വഹാബത്ത് ഒരിക്കലും റാഇന എന്ന് പറയുമ്പോൾ വേറെ അർത്ഥം ഉദ്ദേശിക്കുന്നില്ലല്ലോ. അവരുദ്ദേശം എന്താണ്? നബി ഞങ്ങളെ കേൾക്കണം, ഞങ്ങളെ പരിഗണിച്ചുകൊണ്ട് സംസാരിക്കണം, ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി ഞങ്ങളെ ഗൗനിക്കണം എന്ന് തന്നെയാണ് അവരുദ്ദേശിക്കുക. അവരുദ്ദേശം നല്ല തന്നെയല്ലേ? ഈ യഹൂദികൾ ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു മോശമായ ഉദ്ദേശത്തിന്റെ ഒരു കുത്തെങ്കിലും, ഒരു പൊട്ടെങ്കിലും സ്വഹാബത്ത് പറയുമ്പോൾ ഉണ്ടാവോ? റാഇന എന്ന് പറയുമ്പോൾ ഉണ്ടാവോ? ഇല്ലല്ലോ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബത്തിനെ തിരുത്തുന്നു. ഖൂൽ ഉൻദുർന, അവർ പറയുന്ന വാക്ക് നിങ്ങൾ പറയരുത്, നിങ്ങൾ പറയൂ ഉൻദുർന, നബിയെ ഞങ്ങളെ നോക്കൂ, ഞങ്ങളെ പരിഗണിക്കൂ, ഞങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാം. ഇങ്ങനെ നിങ്ങൾ സൂക്ഷ്മമായ പദപ്രയോഗം നടത്തണം. നിങ്ങളെ മനസ്സിൽ അതിനെക്കുറിച്ച് ഉദ്ദേശമില്ലെങ്കിൽ പോലും. കാരണം എന്താ? അത് ദ്വയാർത്ഥമുള്ള വാക്കാണ്. ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ്. അത് മുഅ്മിനീങ്ങൾ ഉപയോഗിച്ചുകൂടാ. അതുകൊണ്ട് വാക്കുകളിൽ ശ്രദ്ധിക്കണം. ഉദ്ദേശം അങ്ങനെ ആയില്ല എന്ന് ന്യായീകരിക്കാൻ നമുക്ക് സാധ്യതയില്ല എന്നതിന് പണ്ഡിതന്മാർ തെളിവായി പറയുന്ന കാര്യമാണിത്. അതോടൊപ്പം മറ്റൊരു ഉദാഹരണം പ്രസിദ്ധമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മനോഹരമായ വിഷയത്തിലുള്ള ഒരു ഉദാഹരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് സ്വഹാബിയായ ഒരു വ്യക്തി, അദ്ദേഹം വന്നു പറഞ്ഞു, മാഷാ അല്ലാഹു വശിഅ്ത, നബിയെ, അല്ലാഹുവും താങ്കളും ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു. അല്ലാഹുവും താങ്കളും ഉദ്ദേശിച്ചതുപോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, അജഅൽതനി ലില്ലാഹി നിദ്ദൻ, നീ എന്നെ അല്ലാഹുവിനോട് സമനാക്കുകയാണോ? ഖുൽ മാഷാ അല്ലാഹു വഹദ ബൽ മാഷാ അല്ലാഹു വഹദ, അല്ലാഹു മാത്രമെന്ന് പറയുക, അല്ലാഹുവിനോടൊപ്പം എന്നെ ചേർത്തി പറയാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി. നോക്കൂ നിങ്ങൾ,
നബിയെ അള്ളാഹുവിനോട് ചേർത്തി അള്ളാഹുവും താങ്കളും ഉദ്ദേശിച്ചെന്ന് പറഞ്ഞപ്പോൾ ആ സ്വഹാബിയുടെ മനസ്സിൽ ഒരിക്കലെങ്കിലും തെല്ലെങ്കിലും അള്ളാഹുവിനോട് നബിയെ സമമാക്കുക എന്ന ഉദ്ദേശമുണ്ടോ? സ്വഹാബിയാണ്, ഉണ്ടോ? സ്വഹാബികളെക്കാൾ തൗഹീദ് മനസ്സിലാക്കിയ ആരാണുള്ളത്? അള്ളാഹുവിനോട് നബിയെ തുല്യനാക്കുക എന്നുള്ള ഉദ്ദേശം സ്വഹാബിക്കുണ്ടോ ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നല്ല ഉദ്ദേശത്തെ പരിഗണിച്ച് ആ വാക്കിനെ തിരുത്താതിരുന്നോ? ആ വാക്കിന് പകരം മറ്റൊരു വാക്ക് പറഞ്ഞു കൊടുക്കാതിരുന്നോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കിൽ, മനസ്സിൽ എന്തുദ്ദേശിക്കട്ടെ ഉദ്ദേശിക്കാതെ വാക്കിൽ ധ്വനിക്കുന്നത് എന്താണ്? വാക്കിൽ അള്ളാഹുവിനെയും റസൂലിനെയും സമനാക്കുകയാണത്. അതുകൊണ്ടത് പാടില്ല. ഖുൽ മാ ശാ അല്ലാഹു വഹ്ദ എന്ന് പറയാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കണം. ദീനിയായി ശർഈയായി അബദ്ധമാകുന്ന സംസാരം നമ്മുടെ വാക്കുകൊണ്ട് നടത്തിയിട്ട് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലേ, എൻ്റെ ഉദ്ദേശം ഇങ്ങനെ ആയിരുന്നു എന്ന് ന്യായീകരിക്കുന്നതിൽ അർത്ഥമില്ല. എന്തു സംസാരിക്കണം, എന്തു സംസാരിച്ചുകൂടാ. പഠിക്കണം. നമ്മൾ പഠിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ പഠിക്കാതെ, പഠിക്കാനുള്ള ആഗ്രഹത്തിന്റെ ലാഞ്ചന പോലുമില്ലാതെ വായിൽ തോന്നിയതെല്ലാം ദീനായി പറഞ്ഞു നടന്നിട്ട് അബദ്ധം വിളിച്ചു കൂവിയിട്ട് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലേ എന്ന് ന്യായീകരിക്കുന്നത് പമ്പര വിട്ടിത്തമാണ്, ബുദ്ധിശൂന്യമാണ്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. മറ്റൊരടിസ്ഥാനം, നല്ല ഉദ്ദേശം അത് അബദ്ധങ്ങൾ അതിൽ തുടരാൻ, ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ദീനിയായ അബദ്ധമായൊരു വാക്ക്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉദാഹരണങ്ങളിൽ പറഞ്ഞതുപോലെയുള്ള ചില വാക്ക് നമ്മുടെ സംസാരത്തിൽ വന്നു, നമ്മളങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് നമ്മൾ ന്യായീകരിക്കുന്നു, എന്നിട്ട് വീണ്ടും നമ്മളത് ആവർത്തിക്കുന്നു. ചില ആളുകൾ അങ്ങനെയാണ്. നിങ്ങൾ ഈ പറഞ്ഞത് തെറ്റാണ്, അങ്ങനെ പറയാൻ പാടില്ല, തൗഹീദിനെതിരാണെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുകയും പിന്നെ ആ വാക്ക് ആവർത്തിക്കുകയും ചെയ്യും. പിന്നീടും ആ വാക്കിൽ തുടരുന്ന അവസ്ഥയുണ്ടാകും. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ കാണാമല്ലോ, മനുഷ്യൻ സംസാരിക്കുന്ന ഒരു കലിമ, ഒരു വാക്ക്, ലാ യുൽഖി ലഹാ ബാലൻ, അവൻ ആ വാക്കിനൊരു ഗൗരവം കൽപ്പിക്കുന്നില്ല. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ലല്ലോ, എന്തപ്പോ ഈ വാക്കിന് പ്രശ്നം എന്ന ന്യായീകരണമാണ് അവന്റെ മനസ്സിലുള്ളത്. പക്ഷേ റുബ്ബമാ തഹ്വീ ബിഹി ഫിന്നാർ അബ്അദ് മാ ബൈനൽ മശ്രിഖ് വൽ മഗ്രിബ്, ആ ഒരൊറ്റ വാക്ക് അവനൊരു ഗൗരവം കൽപ്പിക്കാത്ത നിസാരമാക്കി കളഞ്ഞ ഒരു വാക്ക്, ആ വാക്കുകൊണ്ട് നരകത്തിൽ, കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും അകലത്തിൽ, ആഴത്തിൽ അവൻ നരകത്തിൽ പോയി പതിച്ചേക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് ചില്ലറ വിഷയമല്ല. അപ്പൊ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ന്യായീകരിച്ച് അബദ്ധങ്ങൾ വീണ്ടും വീണ്ടും സംസാരിക്കുക എന്നത് ഒരു മുസ്ലിമിന്, ഒരു മുഅ്മിന് യോജിച്ച കാര്യമല്ല. ഇതാണ് ഈ വിഷയത്തിലുള്ള അടിസ്ഥാനമായി, മുഖവുരയായി, ആമുഖമായി പറയാനുള്ളത്. ഇനി നമുക്ക് വാക്കിൽ അഖീദക്കെതിരാകുന്ന, നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറകൾക്കെതിരാകുന്ന, ഈമാൻ കാര്യങ്ങൾക്ക് പോലും എതിരാകുന്ന ചില ഉദാഹരണങ്ങൾ പണ്ഡിതന്മാർ സൂചിപ്പിച്ചത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഒന്നാമതായി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖളാ ഖദറിനെതിരായിട്ടുള്ള പദപ്രയോഗങ്ങൾ. അല്ലാഹു വിധിച്ചത്, അല്ലാഹു തീരുമാനിച്ചത്, അത് സമ്പൂർണ്ണ തൃപ്തിയോടെ അനിഷ്ടം പ്രകടിപ്പിക്കാതെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ഇസ്തിർജാ നടത്തി സ്വീകരിക്കേണ്ടവനാണ് ഒരു മുസ്ലിം. അൽ ഈമാനു ബിൽ ഖദരി ഖൈരിഹി വ ശർരി, നന്മയാകട്ടെ തിന്മയാകട്ടെ, സംഭവിച്ചതെന്താകട്ടെ അത് അല്ലാഹു വിധിച്ചതാണ് എന്ന് വിശ്വസിക്കൽ, ഉറപ്പിക്കൽ, അതിൽ സംതൃപ്തി അടയൽ ഈമാനിന്റെ സ്തംഭങ്ങളിലൊന്നാണ്, ഈമാൻ കാര്യങ്ങളിലൊന്നാണ്. അത് നഷ്ടപ്പെട്ടാൽ നമ്മുടെ ഈമാൻ ബാത്തിലായി, നമ്മൾ കാഫിറായി. ഇങ്ങനെ ഖളാ ഖദറിനെ ബാധിക്കുന്ന, നമ്മുടെ വാക്കിൽ സംഭവിക്കുന്ന അബദ്ധങ്ങൾക്ക് ചില ഉദാഹരണങ്ങൾ. ഒന്നാമതായി, പണ്ഡിതന്മാർ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രത്യേക അനുഗ്രഹം, ഒരു ഖൈർ, ഒരു നന്മ ഒരു വ്യക്തിക്ക് നൽകി. ദുനിയാവിലെ ഏതെങ്കിലും ഒരു നേട്ടമാകട്ടെ, പക്ഷെ അത് നമ്മുടെ കണ്ണിൽ ഭൗതികമായ അളവുകോലുകളിൽ അത് അവന് അർഹിക്കുന്നതല്ല. ഒരു സ്ഥാനം,
അതല്ലെങ്കിൽ ഭാര്യ, അതല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ ചില സാമ്പത്തികമായ നേട്ടം. അപ്പോൾ നമ്മുടെ കണ്ണിൽ അതവൻ അർഹമല്ലാത്തൊരു നേട്ടമാണ്. അറബികൾ ആ പ്രയോഗം, അത്തരത്തിലുള്ള സംഭവങ്ങളെ വിലയിരുത്തി അവർ പറയാറുള്ള ഒരു പ്രയോഗം ഷേഖ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. യുത്തിൽ ഹൽഖ ലിമൻ ലാ അദാന ലഹ്. അങ്ങനെ അനർഹമായത് നമ്മുടെ കണ്ണിൽ അയാൾ അതിന് യോഗ്യനല്ല, അങ്ങനെ ഒരു സംഗതി അയാൾക്ക് കിട്ടി. അപ്പൊ അറബികൾ അങ്ങനെയുള്ള ആളുകളെ ഉപമയോടെ പറയല്, ചെവിയില്ലാത്തവന് തൊണ്ട നൽകി, യുത്തിൽ ഹൽഖ ലിമൻ ലാ അദാന ലഹു, ചെവിയില്ലാത്തവന്, കാതില്ലാത്തവന് തൊണ്ട നൽകിയതുപോലെ എന്ന് പറയും. കാതില്ലാത്തവന് തൊണ്ട ഉണ്ടായിട്ട് കാര്യമുണ്ടോ? അവനവന്റെ സ്വരം പോലും കേൾക്കൂലല്ലോ കാതില്ലാത്തവൻ. ശബ്ദം കേൾക്കുമോ? എന്നതുപോലെ അറബികൾ അതിനെ ഉപമിക്കാറുണ്ട്, അർഹതയില്ലാത്ത ഒരാൾക്ക് നൽകിയാൽ. നമ്മുടെ നാട്ടിൽ അതിന് സമാനമായ പ്രയോഗം എന്താ? ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ എന്ന് പറയലുണ്ട് അല്ലേ? അർഹതയില്ലാത്തത് ഒരാൾക്ക് നൽകപ്പെട്ട് കണ്ട് അത് തീരുമാനമായി, ഓനപ്പ കൊടുത്ത് ഓനപ്പ കിട്ടി, ഓനെന്ത് യോഗ്യത ഉള്ളത്? സംഗതി പോക്കാണ്. കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ എന്ന് പറയലുണ്ട്. നമ്മുടെ കണ്ണിൽ എന്താണ്? ഓനതിന് അർഹതയില്ല. കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടി എന്തുണ്ടാവുക? ഓനത് പിച്ചിച്ച് നശിപ്പിക്കും കുരങ്ങൻ. അതുപോലെ അതവന് ഉപയോഗപ്പെടുത്തൂല, അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തൂല അല്ലേ? സമാനമായ രൂപം എനിക്ക് ഓർമ്മ വന്നാണ്. ചിലപ്പോൾ പല നാട്ടിലും ഇത്തരം സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പല ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് അബദ്ധമാണ്. പണ്ഡിതന്മാർ പറയുന്നു, ഷെയ്ഖ് സാലിഹ് സിന്ദി ഹഫിളഹുല്ലാ അദ്ദേഹം പറയുന്നു, വഹാദാ ഖൗലുൻ ഫീ ഗായത്തിൽ ഖുതൂറ, ഇത് വളരെ അപകടകരമായ ഒരു പദപ്രയോഗമാണ്. അർഹതയില്ലാത്തത് ഒരാൾക്ക് കിട്ടി എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ അയാളെ ആക്ഷേപിക്കുക, അവനത് കിട്ടാൻ യോഗ്യതയില്ല. എന്താണ് കാരണം? പണ്ഡിതന്മാർ പറയുന്നു, കഅന്നഹു യുരീദു അൻ യഖൂല ഇന്നല്ലാഹ യുഅതി ശൈഅ ലിമൻ ലാ യസ്തഹിഖു. അവൻ ഈ കളിയാക്കലിലൂടെ അല്ലെങ്കിൽ ഉപമകളിലൂടെ അവൻ പറയുന്നത്, പറയാതെ പറയുന്നത്, അള്ളാഹു ഒരാൾക്ക് അർഹതയില്ലാത്തത് നൽകി. ഇതാരാ നൽകിയത്? നമ്മളെ തറവാട്ടിൽ നിന്ന് കൊണ്ടെടുത്തൊന്നല്ലോ. നമ്മുടെ വാപ്പാന്റെ അനന്തര സ്വത്ത് നമുക്ക് പതിച്ചു കിട്ടി, നമ്മൾ പതിച്ചു കൊടുത്തൊന്നല്ലോ. അള്ളാഹുവിന്റെ വിധിയാണത്, അള്ളാഹുവിന്റെ തീരുമാനമാണത്. അതുകൊണ്ട് അള്ളാഹു അർഹതയില്ലാത്തത് ഒരാൾക്ക് നൽകി എന്നതാണ് പറച്ചില്ല ധ്വനി അല്ലേ? وهذا قول في غاية الخطورة ولا يجوز للإنسان أن يسيء الأدب مع الله سبحانه وتعالى. അതുകൊണ്ടൊരു മനുഷ്യൻ അള്ളാഹുവിനോട് ഇത്തരം പദപ്രയോഗങ്ങളിൽ മോശമായ അദബ്, മര്യാദയാണ് നടത്തുന്നത്. അള്ളാഹുവിനോട് മര്യാദകേട് കാണിക്കുന്നു. മറിച്ച് ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വാചകം. ബലില്ലാഹു അസ്സ വജല്ല, ബലില്ലാഹി അസ്സ വജല്ല അൽ ഹിക്മതു ഫീ കുല്ലി മാ യുഅതി. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് സമ്പൂർണമായ യുക്തിയുണ്ട്. ഫീ കുല്ലി മാ യുഅതി, അവൻ ആർക്കൊക്കെ എന്തൊക്കെ നൽകുന്നുണ്ടോ വെറുതെ അങ്ങ് നൽകുകയല്ല. അള്ളാഹു എന്തിന് നൽകി, ആർക്കത് നൽകണം, ആർക്കതിന് യോഗ്യതയുണ്ട്, ആർക്കതിന് അർഹതയുണ്ട്, അള്ളാഹുവിന് കൃത്യമായ യുക്തി ഉണ്ടാകും. കറക്കി കുത്തി കൊടുക്കുന്നതല്ല. അള്ളാഹു കൃത്യമായ യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് ആർക്കും എന്തും നൽകുന്നത്. വഫീ കുല്ലി മാ യുഖദ്ദിർ, അവൻ ആർക്കും എന്തും നിശ്ചയിക്കുന്നത്, വിധിക്കുന്നത് കൃത്യമായ യുക്തിയുടെ അടിസ്ഥാനത്തിലാണ്. വഫീ കുല്ലി മാ യഫ്അൽ, അവൻ പ്രവർത്തിക്കുന്നതെല്ലാം സമ്പൂർണമായ യുക്തിയുടെ അടിസ്ഥാനത്തിലാണ്. സുബ്ഹാനഹു വതആല വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു ഇത്തരം വിചാരങ്ങളിൽ നിന്നും ഇത്തരം വിശേഷണങ്ങളിൽ നിന്നും അവൻ പരിശുദ്ധനാണ്. വഹുവൽ ഹകീം, അവൻ യുക്തിഭദ്രനാണ്. ഹിക്മത്ത് എന്നത്, യുക്തി എന്നത് അവന്റെ സിഫത്താണ്. അപ്പൊ ഒരാൾക്ക് അർഹതയില്ലാത്തത് നൽകുക എന്ന് പറഞ്ഞാൽ അള്ളാന്റെ യുക്തിക്കെതിരാണ്. അള്ളാഹ് യുക്തിയില്ലാതെ നടപ്പിലാക്കി എന്നാണ് ധ്വനി. അള്ളാഹുവിന് അവൻ വിശേഷിപ്പിച്ച അവന്റെ വിശേഷണമാകുന്ന ഹിക്മത്തിനെ ചോദ്യം ചെയ്യലാണ്. അതിന് നിരക്കാത്ത പദപ്രയോഗമാണ് ഇത്തരം സംസാരങ്ങൾ. നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് അനർഹമായതൊരാൾക്ക് കിട്ടി എന്ന് നമ്മൾ മനസ്സിലാക്കി അയാളെ പരിഹസിച്ച് പറയുന്ന ഈ വാചകങ്ങൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ യുക്തിയെ ചോദ്യം ചെയ്യുന്നിടത്തേക്കാണ് തിരിഞ്ഞു കളയുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പൊ എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കണം, എത്രത്തോളം നമ്മൾ അഖീദ പഠിക്കണം. മറ്റൊരു ഉദാഹരണം പണ്ഡിതന്മാർ പറയുന്നു, നേരെ തിരിച്ചു. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരാൾക്കൊരു നിഅമത്ത് ലഭിച്ചു, ഐഹികമായൊരു നേട്ടം ലഭിച്ചു, അതിനയാൾക്ക് അർഹതയില്ല എന്ന അർത്ഥത്തിലാണ് ഈ പ്രയോഗം. ഇനി പറയാൻ പോകുന്നത്, ഒരാൾക്കൊരു മുസീബത്ത് ബാധിച്ചു, ഒരു പ്രയാസമുണ്ടായി, പ്രതീക്ഷിക്കാതെ ഒരു ദുരന്തമുണ്ടായി അയാളുടെ ജീവിതത്തിൽ.
അപ്പൊ നമ്മൾ പറയണം ഫുലാനുൻ മാ യസ്തഹിൽ, അയാളത് അർഹിക്കുന്നില്ല, സാധു, അയാൾക്കത് വേണ്ടിയില്ലായിരുന്നു, അയാൾക്കത് താങ്ങാനുള്ള ശേഷിയില്ല, അയാളത് അർഹിക്കുന്നില്ല എന്ന് നമ്മൾ പറയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്താണ് ഈ പദപ്രയോഗം കൊണ്ടുള്ള അപകടം? അയാളത് അർഹിക്കുന്നുണ്ടോ അർഹിക്കുന്നില്ല നമ്മളാണോ തീരുമാനിക്കുന്നത്? ആരാണ് അയാൾക്കത് വിധിച്ചത്? ആരാണ് അയാൾക്കത് വിധിച്ചത്? അള്ളാഹുവാണ്. അള്ളാഹുവിനറിയില്ല അയാളത് അർഹിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പൊ അള്ളാഹുവിനറിയില്ല, അവനത് അർഹത നമുക്കേ അറിയുള്ളൂ. അവൻ അർഹതയില്ലാത്തത് അള്ളാഹു നൽകി എന്നാണ് നമ്മൾ പറയാതെ പറയുന്നത്, അല്ലേ? ആ പ്രയോഗം കൊണ്ട് ധ്വനിക്കുന്നത് അതാണ്. നമ്മുടെ ഉദ്ദേശം എന്താകട്ടെ, ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് നമ്മൾ ആദ്യം അടിസ്ഥാനം പറഞ്ഞത്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലേ എന്ന് ന്യായം പറയലല്ല, മറിച്ച് ആ പദപ്രയോഗം കൊണ്ടുള്ള അപകടം അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് അർഹിക്കാത്തത് നൽകി എന്ന് പറഞ്ഞാൽ അള്ളാഹു അയാളോട് ദുൽമ ചെയ്തു, അനീതി പ്രവർത്തിച്ചു. വമാ റബ്ബുക ബിളല്ലാമിൽ ലിൽ അബീദ്. അള്ളാഹു പറയും, നിന്റെ റബ്ബ് അവന്റെ അടിമകളോട് ഒരിക്കലും അനീതി പ്രവർത്തിക്കുന്നവനല്ല. അള്ളാഹു പറയുന്നു. നമ്മൾ പറയുന്നു അള്ളാഹു അവൻ അർഹമായതവന് നൽകി. ഇന്നല്ലാഹ ലാ യദ്ലിമു الناس ശൈഅ. അള്ളാഹു ഒരു തരിമ്പ് പോലും മനുഷ്യരോട് ദുൽമ, അനീതി പ്രവർത്തിക്കുകയില്ല, അർഹതയില്ലാത്തവർക്ക് നൽകുകയില്ല, ഖൈറാകട്ടെ ശർറാകട്ടെ. ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായ ഹദീസ്, ഖുദ്സിയായ ഹദീസ്. അള്ളാഹു പറഞ്ഞില്ലേ, ഇന്നി യാ ഇബാദി ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി. എൻ്റെ അടിമകളെ, ഞാൻ സ്വയം എനിക്കുമേൽ അനീതിയും അക്രമവും നിഷിദ്ധമാക്കിയിരിക്കുന്നു. അള്ളാഹുലേക്ക് ദുൽമ, അനീതി അത് ചേർക്കപ്പെടാവതല്ല. അള്ളാഹു അവൻ്റെ അടിമകളോട് തരിമ്പ് പോലും ദുൽമ ചെയ്യുകയില്ല. ആപേക്ഷികമായി നമുക്കത് ശർറാണ്, അപകടമാണ്, ദുരന്തമാണ്, മുസീബത്താണ്, ദുൽമാണ് എന്ന് തോന്നുമെങ്കിലും ആത്യന്തികമായി അത് നന്മയാണ്, യാതൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അനർഹമായത് ഒരാൾക്കും നൽകുകയില്ല. അതുകൊണ്ട് അള്ളാഹു അനീതി പ്രവർത്തിച്ചു, അള്ളാഹു ദുൽമ പ്രവർത്തിച്ചു എന്ന് ധ്വനിപ്പിക്കുന്ന പ്രയോഗമാണിത്, അയാൾ അത് അർഹിക്കുന്നില്ല എന്ന് പറയുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന രണ്ടാമത്തെ പ്രയോഗമാണ്. മൂന്നാമതായി, മുസീബത്ത് ബാധിച്ചാൽ, ഇപ്പോൾ നമ്മൾ ഏറ്റവും അടുത്ത് നമ്മുടെ നാട് കണ്ട വലിയ ദുരന്തമാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ. അള്ളാഹു അതിൽ നഷ്ടപ്പെട്ടവർക്ക് സമാധാനവും ഭൗതികമായ നഷ്ടങ്ങൾക്കപ്പുറത്ത് അവരുടെ ദീനിലേക്കുള്ള തിരിച്ചുവരവും, ദീൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് അവർക്ക് സുരക്ഷിതത്വം അള്ളാഹു തിരിച്ചു നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ആ സന്ദർഭത്തിൽ പല ആളുകളിൽ നിന്നും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും നവമാധ്യമങ്ങളിലെയും കേട്ട സംസാരങ്ങൾ, പദപ്രയോഗങ്ങൾ, യാ റബ്ബി അന മാദാ ഫഅൽതു, എനിക്ക് തരാൻ പടച്ചോനെ ഞാൻ എന്താ ചെയ്തത്, ഞാനെന്ത് ചെയ്തിട്ടാണ്, ഞാനെന്ത് തെറ്റ് ചെയ്തിട്ടാണ്, ഞങ്ങളോടിത് വേണ്ടിയില്ലായിരുന്നു, ലിമാദാ യാ റബ്ബ് നസലക, ഞങ്ങൾക്ക് എന്താണ് ഇത് വിധിച്ചത്, ഞങ്ങൾക്ക് മാത്രം എന്താണ് ഇത് ബാധിച്ചത്, ഈ ചോദ്യം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ യുക്തിയെ, നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുവിൻ്റെ ഖലാഇനെ, അള്ളാഹുവിൻ്റെ ഖദറിനെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വിധിച്ചതിന്റെ പിന്നിൽ അള്ളാഹുവിന് കൃത്യമായ യുക്തിയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചു, ഒരു പ്രവർത്തനവും, അള്ളാഹുവിൻ്റെ ഒരു പ്രവർത്തനവും യുക്തിയില്ലാത്തൊരു പ്രവർത്തനവും ഇല്ല. അള്ളാഹുവിൻ്റെ സകല പ്രവർത്തനങ്ങൾക്ക് മുന്നിലും പൂർണ്ണമായ യുക്തി ഉണ്ടാകും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിന് ഞങ്ങൾക്കിത് വിധിച്ചു, ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കാൻ ഒരു മുസ്ലിമിന് പാടില്ല. അള്ളാഹു പറഞ്ഞില്ല, വമാ അസ്വാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും, നിങ്ങൾക്ക് ബാധിക്കുന്ന ഏതൊരു മുസീബത്താകട്ടെ അത് നിങ്ങളുടെ കരങ്ങൾ സമ്പാദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ ചെയ്യുന്ന തിന്മകൾ, നിങ്ങൾ ചെയ്യുന്ന തോന്നിവാസങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന ഹറാമുകൾ, നിങ്ങൾ ഒഴിവാക്കുന്ന വാജിബുകൾ നിങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, അത് കാരണമായിട്ടാണ് നിങ്ങൾക്ക് ഏതൊരു മുസീബത്തും ബാധിക്കുന്നത്. സലഫുകൾ, മുൻഗാമികൾ, അവരുടെ വീട്ടിൽ എലി ശല്യം ഉണ്ടായാൽ, എലി ചലച്ചാൽ അവർ വേഗം ഇസ്തിഗ്ഫാറും തൗബ ചെയ്യും. നമ്മൾ എന്തെങ്കിലും ജീവിതത്തിലുള്ള, വ്യക്തി ജീവിതത്തിലുള്ള കുറവ് കൊണ്ടാണോ എന്നവർ പരിശോധിക്കും. മുഹാസബത്തുൻ നഫ്സ് നടത്തും, ആത്മവിചാരണ നടത്തും. എലി ചലച്ചാൽ, എലിന്റെ ശല്യം, അപ്പോൾ വരെ സ്വന്തം ജീവിതത്തിലേക്ക് അവർ തിരിഞ്ഞു നോക്കും, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ. ഭാര്യയുമായി അഭിപ്രായ വ്യത്യാസത്തിലായാൽ, അസ്വാരസ്യമുണ്ടായാൽ, സൗന്ദര്യപ്പണക്കുണ്ടായാൽ, വാഹനമൃഗം ഒന്ന് ഇടഞ്ഞാൽ, അല്ലെ, ഒട്ടവും കുതിരയും കഴുതയ്ക്കാണ് അന്നത്തെ വാഹനം, അത് ഇടഞ്ഞാൽ, പിടിച്ചു കൊടുത്ത് കിട്ടുന്നില്ലെങ്കിൽ, പറഞ്ഞനുസരിച്ചിട്ടില്ലെങ്കിൽ
അവരെന്താ ചെയ്യുക? അതിനെ പിടിച്ച് 4 തല്ല് തല്ലലല്ല, ഭാര്യ അടിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യന്റെ കരണം നോക്കി പൊട്ടിക്കലല്ല, എലിശല്യം ഉണ്ടായാൽ എലിനെ കെണിവെച്ച് പിടിപ്പിക്കുന്നതിനപ്പുറത്ത് സ്വന്തം ജീവിതത്തിൽ അങ്ങനെ നിസ്സാരമായ കാര്യങ്ങളിൽ വരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവിച്ചാൽ അവർ സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കും. എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തൗബയും ഇസ്തിഗ്ഫാറും അധികരിപ്പിക്കും. അതുകൊണ്ട് മുസീബത്ത് ബാധിച്ചാൽ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലേ, ഞങ്ങൾക്ക് എന്തിനാണിത്, എന്ത് ദ്രോഹം ഞങ്ങൾ ചെയ്തു, എന്തിനാണ് ഞങ്ങളോടിത് എന്ന് ചോദിക്കുന്നത് എത്ര വലിയ ധിക്കാരമാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച പിഴവുകൾ തിരുത്താനുള്ള ഒരു മാർഗമാണത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു ഒരിക്കലും നമ്മളോട് അനീതി പ്രവർത്തിക്കുകയില്ല. മുസീബത്തുകൾ അതിൻ്റെ 1-ാം പ്രതി നമ്മൾ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. മറ്റൊരു ഉദാഹരണം ഷെയ്ഖ് പറയാണ്, ഇതൊരു പക്ഷെ നമ്മുടെ നാട്ടിൽ പ്രസക്തമായി കൊള്ളണമെന്നില്ല, എങ്കിലും ഇത്തരത്തിലുള്ള ദുആകൾ ഒരു പക്ഷേ നമ്മുടെ നാട്ടിലെ ത്വരീഖത്തുകാരും അതല്ലെങ്കിൽ സൂഫി ചിന്താധാരയുള്ള ആളുകളൊക്കെ ചിലപ്പോൾ പഠിപ്പിക്കുന്നുണ്ടാകാം. ദുആ ചെയ്യുമ്പോൾ, അള്ളാഹിനോട് ദുആ ചെയ്യുമ്പോൾ, അല്ലാഹുമ്മ ലാ അസ്അലുക റദ്ദൽ ഖളാ വലാകിൻ അസ്അലുക ലുത്ഫ ഫീ, അല്ലാഹുവേ ഖളാഇനെ തടയാൻ ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല, നീ വിധിച്ച വിധിയെ തടയാൻ ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല, മറിച്ച് നീ വിധിക്കുമ്പോൾ ആ വിധിയിലൊരു മയം, അത് വല്ലാതെ കടുപ്പിക്കാതെ അതൊന്ന് മയപ്പെടുത്തി എനിക്ക് തന്നാൽ മതി. നീ വിധിച്ചോളൂ, നീ എന്തും വിധിച്ചോളൂ, നിന്റെ വിധിയെ തടുക്കാൻ ഞാൻ ചോദിക്കുന്നില്ല, മറിച്ച് ആ വിധിയൊന്ന് മയപ്പെടുത്തി എനിക്ക് തന്നാൽ മതി എന്ന ദുആ. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, ഇത്തരത്തിൽ ഒരു ഉപാധി വെച്ചിട്ടുള്ള ദുആ, അതും അള്ളാഹുവിന്റെ ഖളായിലേക്ക് ഖദറിലേക്ക് ചൂണ്ടിയിട്ടുള്ള ദുആ ആണല്ലോ. നീ എന്ത് ചെയ്തോ ഞാൻ ഏറ്റെടുത്തോളാം, നീ എന്ത് എന്റെ പേരിൽ വിധിച്ചോ എനിക്ക് യാതൊരു പ്രശ്നമില്ല, ലാ ഉബാലി, മറിച്ച് ചെയ്യുമ്പോൾ ഒന്ന് മയപ്പെടുത്തി ചെയ്താൽ മതി. ഇങ്ങനെയുള്ള ദുആകൾ അത് പാടില്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നു. മറിച്ച് ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുള്ള സ്വഹീഹായ ദുആകൾ നമ്മൾ തെരഞ്ഞെടുത്ത് ദുആ ചെയ്യണം. നിന്റെ ഖളാ, നിന്റെ വിധി തടയാൻ ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല. എന്താണ് ഇപ്പം അതിൻ്റെ ആവശ്യം? അങ്ങനെ ആളുകൾ ദുആ ചെയ്യാറുണ്ട് എന്നാണ് പണ്ഡിതന്മാർ ഉണർത്തുന്നത്. 5-ാമത്തെ കാര്യം, എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടായാൽ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ ആളുകൾ ഇങ്ങനെ അതിനെപ്പറ്റി സംസാരിക്കും. എവിടെയെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ, നമ്മുടെ കുടുംബത്തിൽ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ, മാദാ നസ്ന ഹാദാ റബ്ബുന വഹാദിഹി ഹിക്മത്തു, നമ്മളിനിപ്പോൾ എന്താ ചെയ്യുക? സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അള്ളാഹ് വിധിച്ചല്ലേ. ഇത് സത്യത്തിൽ ആ വിധിയിൽ സമാധാനപ്പെട്ട് ആശ്വാസം കൈക്കൊണ്ട് പറയുന്നതാണോ? നമ്മളിപ്പോൾ എന്താ ചെയ്യുക? നമുക്കിൽ വലിയ റോളൊന്നുമില്ലല്ലോ, അള്ളാഹ് അവന് തോന്നിയ പോലെ അങ്ങോട്ട് ചെയ്യാണ് എന്നൊരു ധ്വനി ഉണ്ടല്ലോ. നമ്മളിപ്പോൾ എന്താ ചെയ്യുക? അള്ളാഹ് അങ്ങനെ വിധിച്ചു, അങ്ങനെ നടക്കുള്ളൂ. ഇങ്ങനെ അള്ളാഹുവിന്റെ വിധിയെ ചോദ്യം ചെയ്യുന്നൊരു ധ്വനി. ഞാൻ പറഞ്ഞു മനസ്സിലായോ? എൻ്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലായോ? അള്ളാഹു വിധിച്ചതിൽ നമ്മൾ തൃപ്തിപ്പെടുക തന്നെ, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നമ്മളതിൽ സമാധാനിക്കുക എന്നതിനപ്പുറത്ത് സാധാരണഗതിയിൽ ആളുകൾ ഇത്തരത്തിലുള്ള കാര്യം പറയുമ്പോൾ എങ്ങനെയാണ് ആ സംസാരം നടത്തൽ? നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, അള്ളാഹ് വിധിച്ചതുപോലെ അങ്ങനെ നടത്തും, അള്ളാഹ്ക്കല്ലേ റോൾ, നമുക്കതിൽ പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഹിക്മത്തിനെ ചോദ്യം ചെയ്യുന്ന, അള്ളാഹുവിന്റെ വിധിയിൽ സംതൃപ്തി കൊള്ളുന്ന അവസ്ഥ ഇല്ലാത്തൊരു ധ്വനി അതിലുണ്ട്. മുഅ്മിനിന്റെ ഭാഷ എന്താണ്? അൽഹംദുലില്ലാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുകൊണ്ട് ഖൈറല്ലാതെ മറ്റൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, നമുക്കിതുകൊണ്ട് ഗുണമല്ലാതെ മറ്റൊന്നും അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. നമ്മൾ ക്ഷമിച്ചാൽ എത്രയാണ് കൂലിയുള്ളത്? നമ്മുടെ അജ്ർ വർദ്ധിക്കും, നമ്മുടെ പദവി വർദ്ധിക്കും. ഇങ്ങനെയാണ് നമ്മൾ അതിനെക്കുറിച്ച്. അതല്ല നമ്മളെന്താ ചെയ്യുക? അള്ളാഹ് തീരുമാനിച്ചങ്ങടെ അവൻ നടത്തില്ലേ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഹിക്മത്തിനെ ചോദ്യം ചെയ്യുന്ന പ്രയോഗമാണത്. ഇങ്ങനെ ഷെയ്ഖ് പറയുകയാണ്, നമ്മുടെ നാട്ടിലെ പ്രയോഗങ്ങളും സംസാരവും നമ്മൾ പരിശോധിച്ചാൽ ഇതിനോട് താരതമ്യപ്പെടുത്താൻ പറ്റുന്ന ധാരാളം പദപ്രയോഗങ്ങൾ നിങ്ങൾ കാണും, അത് ശ്രദ്ധിക്കണം. മറ്റൊരു ഉദാഹരണം, ഈ പറഞ്ഞ രൂപത്തിൽ എന്തെങ്കിലും അപകടമോ ദുരന്തമോ ഉണ്ടായിക്കഴിഞ്ഞാൽ ചില ആളുകൾ സാഹിത്യ ഭാഷയിൽ, എഴുത്തിൽ അത്തരത്തിലുള്ള ദുരന്തങ്ങളെ വിശേഷിപ്പിക്കും. അറബിയിൽ അതിനെ പറയും യാ ലാ സഖ്രിയത്തുൽ ഖദർ, യാ ലാ സുഖ്രിയത്തുൽ ഖദർ.
വിധി വൈപരീതം, അതല്ലെങ്കിൽ വിധിയുടെ ക്രൂരത, വിധിയുടെ പരിഹാസം. അതായത് വിധി അതെന്നോട് ക്രൂരത കാണിച്ചു, അല്ലേ? എന്തെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ വിധിയുടെ ക്രൂരത ആ നാടിനെ ഒന്നടങ്കം ഒരു നേരം, ഒരു രാത്രി ഇരുട്ടി പുലരുമ്പോഴത്തേക്ക് തുടച്ചു നീക്കി നാമാവശേഷമാക്കി കളഞ്ഞു. വിധിയുടെ ക്രൂരത, അല്ലേ? മീഡിയക്കാരൊക്കെ പൊലിപ്പിച്ച് വിധി വൈപരീതം, ഇങ്ങനൊക്കെ സാഹിത്യ ഭാഷയിൽ എഴുതി പിടിപ്പിക്കും. ഇത് അള്ളാഹുവിന്റെ ഖളാ ഖദറിനെതിരെയുള്ള സംസാരമാണ്. ആ വിധി ക്രൂരതയാണ്, ആ വിധി അവർക്ക് യോജിക്കുന്നതല്ല, അതവരെ അപമാനിക്കലാണ്, അവരെ പരിഹസിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി അത് ക്രൂരമാണ്, നിന്ദ്യമാണ് എന്ന് അള്ളാഹുവിന്റെ യുക്തിയെ ചോദ്യം ചെയ്യുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയെ പരിഹസിക്കുന്ന, വെല്ലുവിളിക്കുന്ന പ്രയോഗമാണിത്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. بسم الله الحمد لله والصلاة والسلام على رسول الله بعد. اللهم يا حي يا قيوم برحمتك نستغيث أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي فيها معادنا. اللهم اجعل الحياة زيادة لنا في كل خير والموت راحة لنا من كل شر يا رب العالمين. സഹോദരങ്ങളെ, മറ്റൊരു പ്രയോഗം അള്ളാഹുവിൻ്റെ ഖദറിനെ ചോദ്യം ചെയ്യുന്ന, അള്ളാഹുവിൻ്റെ വിധിയിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്ന, അതല്ലെങ്കിൽ ആ വിഷയത്തിലുള്ള ഖളാ ഖദറിലുള്ള ഇസ്ലാമിൻ്റെ വിശ്വാസ അടിത്തറകൾക്കെതിരാകുന്നൊരു പ്രയോഗം. എന്തെങ്കിലും സംഭവിച്ചാൽ കാലം വിധിച്ചത്, കാലത്തിൻ്റെ കാവ്യനീതി. ഒരാൾ ചെറിയ പ്രായത്തിൽ തന്നെ നര വന്നു കഴിഞ്ഞാൽ അകാല നര. അകാല നര എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? അയാൾക്ക് നരക്കേണ്ട പ്രായമായിട്ടില്ല, കാലം തെറ്റിയിട്ട് നരച്ചതാണ്. അതുപോലെ തന്നെ ഒരാൾ ചെറുപ്പത്തിലേ മരിച്ചു കഴിഞ്ഞാൽ, യുവാവായ ഒരാൾ പെട്ടെന്ന് ഒരു അസുഖമില്ലാത്ത ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അകാലത്തിൽ പൊലിഞ്ഞ ജീവൻ. പിന്നെന്താണ് പ്രയോഗം? വിടരും മുമ്പ് വാടിയ ഇതൾ, ഇങ്ങനെയൊക്കെ പറയും. വിടരുന്നതിന് മുമ്പ് അത് വാടിയതാണെന്ന് ആരാ പറഞ്ഞു? അയാൾ മരിക്കാൻ കാലമായിട്ടില്ലെന്ന് ആരാ പറഞ്ഞു? ഈ നര വരേണ്ട പ്രായം ഇതാണെന്ന് ആരാ നിശ്ചയിച്ചത്? കാലം വിധിച്ചത്. കാലാണോ വിധിക്കുന്നത്? അല്ലേ? കാലം വിധിച്ച വിധി, വിധിയുടെ ക്രൂരത നമ്മൾ നേരത്തെ പറഞ്ഞു. ഇങ്ങനെ എന്തെങ്കിലും ദുരന്തങ്ങളും അപകടങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പത്രമാധ്യമങ്ങളും അതിന് എന്താ പറയുക, അനുശോചനം അറിയിക്കുന്നവരും, അതിൻ്റെ പേരിൽ ആളുകളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ദീനിയായ സംസാരങ്ങൾ നടത്തുന്നത് വരെ ഈ പ്രയോഗങ്ങൾ കടമെടുക്കുന്നത് കാണാം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കാലമാണോ വിധിക്കുന്നത് കാര്യങ്ങൾ? ആണോ? കാലമല്ല കാര്യങ്ങൾ വിധിക്കുന്നത്, അള്ളാഹുവാണ് കാലം നിശ്ചയിക്കുന്നതും കാലത്ത് നടക്കേണ്ടത് വിധിക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അള്ളാഹുവിൻ്റെ പൂർണ്ണമായ യുക്തിയുടെ അടിസ്ഥാനത്തിലേ കാര്യങ്ങൾ സംഭവിക്കുകയുള്ളൂ. അത് സംഭവിക്കേണ്ട സമയം എപ്പോഴാണ്, കാലം എപ്പോഴാണ്, കാലക്കേടെപ്പോഴാണ് ഒക്കെ അറിയുന്നവൻ അള്ളാഹു മാത്രം. അത് ഓരോ വ്യക്തികളും നാടുകളിലും സാഹചര്യങ്ങളും വ്യത്യസ്തമായിരിക്കും. അള്ളാഹുവിനറിയാം അതെപ്പോ, എവിടെ, എങ്ങനെ, ഏത് സാഹചര്യത്തിൽ. അതിന് പൂർണ്ണമായ യുക്തി അള്ളാഹുവിനുണ്ട്. ഇതാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് കാലം വിധിച്ചത്, കാലത്തിന്റെ കാവ്യനീതി. ഒരു കാലത്ത് ഒരാളോട് ആരെങ്കിലും അനീതി പ്രവർത്തിച്ചിട്ടുണ്ടാവും, ദുൽമ ചെയ്തിട്ടുണ്ടാവും. പിൽക്കാലത്ത് അത് അയാൾക്ക് തിരിച്ചടി നേരിടുമ്പോൾ ഇപ്പൊ പറയണം കാലത്തിന്റെ കാവ്യനീതി കണ്ടോ, അയാൾ അന്ന് ദ്രോഹിക്കപ്പെട്ടത് ഇന്ന് അയാൾക്ക് പരിഹരിക്കപ്പെട്ടു. അപ്പോഴാണ് ആ പ്രയോഗം. ആരാ പറഞ്ഞത്? കാലത്തിന്റെ, അള്ള കൊടുത്ത ഫضലാണ്, അള്ളാന്റെ ഓശാരാണ്. അല്ലാതെ കാലത്തിന്റെ കാവ്യനീതി. കാലമാണ് നീതിയും അനീതിയൊക്കെ പ്രവർത്തിക്കുന്നതും തീരുമാനിക്കുന്നതും നിശ്ചയിക്കുന്നതും. ഇത് മുവഹിദുകൾ എന്ന് പറയുന്ന ആളുകളുടെ വായിൽ നിന്ന് വരെ പുറത്തു ചാടാറുണ്ട്, മിമ്പറുകളിൽ നിന്ന് വരെ പുറത്തു ചാടാറുണ്ട്. അകാല നിര. വേണ്ടപ്പെട്ട ഏതെങ്കിലും നേതാവ് മരിച്ചു കഴിഞ്ഞാൽ, നമ്മളെ സംഘടനാ നേതാവ് മരിച്ചു കഴിഞ്ഞാൽ, അകാലത്തിൽ പൊലിഞ്ഞ നമ്മുടെ നേതാവിന് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അള്ളാഹു നിശ്ചയിച്ച കാലമുണ്ട്, അവധിയുണ്ട്. അദ്ദേഹത്തെ പടക്കുന്നതിന് മുമ്പ്, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ അവധി അള്ളാഹു നിശ്ചയിച്ച സമയത്ത് അത് പിടിച്ചിട്ടുണ്ട്, അത് തീർന്നിട്ടുണ്ട്. അള്ളാഹു കാലം നിശ്ചയിച്ചിട്ടുണ്ട്. അത് അകാലത്തിലാണ്
അസ്ഥാനത്തായിപ്പോയി, ഇപ്പൊ മരിക്കേണ്ടിയില്ലായിരുന്നു എന്ന് പറയാൻ നമുക്ക് എന്ത് അവകാശമാണുള്ളത്? അത് അള്ളാഹുവിന്റെ വിധിയെ ചോദ്യം ചെയ്യലാണ്. അയാൾ മരിച്ചത് സമയത്തല്ല, കുറച്ചും കൂടി കാലം ജീവിക്കേണ്ടിയിരുന്നു എന്ന് നമുക്ക് പറയാൻ എന്ത് അവകാശം, ന്യായമാണുള്ളത്? അള്ളാഹു വിധിച്ചത് വിധിച്ച സമയത്ത് വിധിക്കേണ്ടതുപോലെ അത് നടപ്പിലാക്കും. അതോടൊപ്പം അള്ളാഹു പറഞ്ഞു, മയ്യശ ഇല്ലാഹു യുദ്ലിൽഹു വമയ്യശ യജ്അൽഹു അലാ സിറാത്തി മുസ്തഖീം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ വഴികേടിലാക്കും, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നേർമാർഗത്തിലാക്കും. അപ്പൊ അള്ളാഹുവിന്റെ മശിയത്താണ് ഒരാളെ നന്നാക്കുന്നതും വഴികേടിലാക്കുന്നതും മരിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും അനുഗ്രഹം നൽകുന്നതും തടയുന്നതുമെല്ലാം അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരമാണ്. അവിടെ കാലമോ മറ്റു കാരണങ്ങളോ മാധ്യമങ്ങളോ ഒന്നും സ്വാധീനിക്കപ്പെടുന്നില്ല, സ്വാധീനിക്കുകയുമില്ല. ഇവിടെ സാന്ദർഭികമായി ഇതിനോട് കണക്റ്റാകാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയാണ്. അടുത്ത് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ രംഗത്ത് പല ജാതി ചർച്ചകൾ നടക്കുന്നുണ്ട്. പല ആളുകൾ അതുമേ സോഷ്യൽ മീഡിയയിൽ പെറ്റുകിടക്കലാണ്. സ്മാർട്ട് ഫോണിൽ ഈ വാർത്തകൾ തന്നെ 24 മണിക്കൂറും. നമ്മളങ്ങനെ ഉദ്ദേശിക്കുന്ന ആളെയല്ല, നമ്മളങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷെ യാദൃശ്ചികമായി മുടിവെട്ടാൻ ചെന്നപ്പോൾ ബാർബർ ഷോപ്പിൽ നിന്ന് കേട്ടൊരു വാർത്തയുടെ പശ്ചാത്തലത്തിൽ ഞാൻ പറയാണ്. ഇപ്പോൾ ഒരു മുസ്ലിം നാമധാരിയായ MLA പുറത്തുവിടുന്ന ചില രാഷ്ട്രീയ അരാജകത്വങ്ങളുടെ രഹസ്യങ്ങളുടെ അണിയറകളിലാണല്ലോ സമൂഹം മുഴുവൻ, അല്ലേ? ആ ചങ്ങാതി പത്രസമ്മേളനം നടത്തുന്നത് യാദൃശ്ചികമായി കേൾക്കാൻ സാധിച്ചു. അയാൾ പറയാണ്, ഇവിടുത്തെ നമ്മുടെ നാട് ഭരിക്കുന്ന, കേരളം ഭരിക്കുന്ന കേഡർ പാർട്ടി അതിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മരണപ്പെട്ട അവരൊരു നേതാവ്, ഞാൻ ആരും പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഈ മൈക്കും മസ്ജിദും അലങ്കോലപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അയാൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ തോന്നിവാസം അഴിമതിയൊന്നും ഇവിടെ നടക്കില്ലായിരുന്നു. ഒരു മുസ്ലിമായ അതേ സംസാരത്തിൽ അയാൾ അള്ളാനെയും പറയുന്നുണ്ട്. അയാൾ മുവഹിദാണോ അല്ലെങ്കിൽ മുവഹിദാണ് അല്ലെങ്കിൽ തൗഹീദുള്ളവരുമായി ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ സംശയമുള്ളൊരു വ്യക്തിയാണ്. അയാൾ പറയണം, അയാൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു, ആ നേതാവ് അങ്ങനെയാണ്, അയാളുടെ പോലീസുകൾ പാടാണ്, അയാളുണ്ടെങ്കിൽ നടക്കില്ലായിരുന്നു പറയാൻ എന്ത് ന്യായമാണ് നമുക്കുള്ളത്? എന്തുറപ്പാണുള്ളത്? അയാളുണ്ടെങ്കിൽ നടക്കൂലേ? നടന്നിട്ടില്ലേ? അത് വേറെ കാര്യം. അപ്പൊ അയാൾ ഉണ്ടായിരുന്നെങ്കിലും നടക്കില്ലായിരുന്നു. അപ്പൊ അയാളാണ് ഈ സംഗതിയിലെ അഴിമതി ഇല്ലായ്മയും നന്മയും തിന്മയൊക്കെ തീരുമാനിക്കുന്നത് എന്ന ധ്വനി. ഇതൊരു മുവഹിദിന്, ഒരു മുസ്ലിമിന് പറയാൻ പറ്റുന്ന വാചകമല്ല. അതേ മനുഷ്യൻ ഞാൻ 5 നേരം നിസ്കരിക്കുന്നു എന്ന് പറയുന്നു. 5 നേരം നിസ്കരിക്കുന്ന ഒരു മുസ്ലിമിനെ കൊണ്ട് പറയാൻ പറ്റുന്ന വാക്കല്ല ഇത്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തിനപ്പുറത്തൊരു സംസ്ഥാനത്തൊരു ലോറി പുഴയിൽ മുങ്ങിപ്പോയി. അതിപ്പോ പുറത്തെടുത്തു, മൃതശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ കിട്ടി. ആ ലോറിയുടെ ഉടമ ഒരു മുസ്ലിം നാമധാരൻ. മുസ്ലിമീങ്ങളെ പറ്റിയാണ് നമ്മളെ ചർച്ച, അതുകൊണ്ടാണ് ഈ സംസാരം വരുന്നത്. വേറെ വല്ല MLA നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. മുവഹിദായി തൗഹീദിലേക്കൊക്കെ ചേർത്തി പറയുന്ന ഒരാളുടെ നാവിൽ നിന്ന് സംസാരമാണ് പബ്ലിക്കായി. അത് മുസ്ലിം ഉമ്മത്ത് ഏറ്റെടുത്ത് പെരുമ്പറയടിച്ച് പാടിപ്പുകഴ്ന്ന് നടക്കുകയാണ്. ആ ലോറിയുടെ ഉടമ ഒരു മുസ്ലിം നാമധാരിയാണ്. അയാളത് കിട്ടിയപ്പോൾ വലിയ അഭിമാനത്തോടു കൂടി അയാൾ പറയാണ്, എന്താ പറയുന്നത്? ആ പറഞ്ഞ പുഴ, ആ പുഴയുടെ പേര് ഞാൻ പറയുന്നില്ല, ആ പുഴയെന്നല്ല, അന്റാർട്ടിക്ക സമുദ്രത്തിന്റെ അടിത്തട്ടിലാണെങ്കിൽ വരെ നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ നമ്മളത് നേടിയെടുക്കുന്ന തീരുമാനിച്ചാൽ നടക്കുക തന്നെ ചെയ്യും. ലാ ഹൗല വലാ ഖുവത. ഒരു ഇൻഷാ അല്ലാഹ് ഞാൻ പ്രതീക്ഷിച്ചു, അതുപോലുമില്ല. എന്താണ് മനുഷ്യന്റെ ധിക്കാരം? ഈ ഇത്രയും മാസങ്ങൾ, 2 മാസങ്ങൾക്കപ്പുറത്ത് അനിശ്ചിതത്തിൽ അയാൾ അനുഭവിക്കാത്ത പ്രയാസങ്ങളൊന്നുമില്ല, അയാൾ കേൾക്കാത്ത, അയാളുടെ പേര് മുസ്ലിമിന്റെ പേരായി പോയി എന്നതിന്റെ പേരിൽ അയാൾ കേൾക്കാത്ത വർഗീയവും അല്ലെങ്കിൽ വംശീയമായ നിക്ഷേപങ്ങളും കുറ്റപ്പെടുത്തലും ആരോപണങ്ങളും, അത് വേറെ. ഈ പ്രയാസത്തിന്റെ ഇടക്കാണ് ഈ ജാതി കാഹളം മുട്ടുന്ന കളവ് പറയുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത് നടക്കുക തന്നെ ചെയ്യുന്നു. ഞാൻ കളിക്കാത്ത കളികളില്ല. ഇത് മുസ്ലിമിന്റെ നാവിൽ നിന്ന് വരാവുന്ന വാക്കുകളല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സഹായമില്ലാതെ, അവന്റെ കനിവില്ലാതെ, അവന്റെ ഔദാര്യമില്ലാതെ, അവന്റെ ഓശാരമില്ലാതെ നമുക്ക് വിരലനക്കാൻ സാധിക്കുമോ? നമ്മുടെ ഹൃദയം തുടിക്കുമോ? നമ്മൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ?
ഒരു കണ്ണിമ വെട്ടുന്ന സമയത്തേക്ക് പോലും അള്ളാഹുവിന്റെ സഹായമില്ലാതെ ഈ ദുനിയാവിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുമോ? അതല്ല നമ്മുടെ ദുആ. അല്ലാഹുമ്മ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. ഒരു നിമിഷാർദ്ധ നേരത്തേക്ക് പോലും, കണ്ണിമ വെട്ടുന്ന സമയത്തേക്ക് പോലും എന്റെ കാര്യങ്ങൾ എന്നിലേക്ക് നീ ഏൽപ്പിക്കരുത് റബ്ബേ, നീ ഏറ്റെടുത്ത് എല്ലാം ഭംഗിയാക്കണമേ റബ്ബേ എന്നാണ് നമ്മുടെ ദുആ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ചെയ്യുന്നു, അവൻ പ്രവർത്തിക്കുന്നു, അവൻ വിധിക്കുന്നു എന്നാണ് നമ്മൾ പറയേണ്ടത്. ചില ആളുകൾ അള്ളാഹുവിന്റെ ഹിക്മത്ത്, അള്ളാഹുവിന്റെ യുക്തി പ്രവർത്തിക്കുന്നു, അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുവിന്റെ ഖദർ പ്രവർത്തിക്കുന്നു എന്നു പറയും എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അള്ളാഹുവിന്റെ സിഫത്തുകൾ അതിലേക്ക് ചേർത്തി അള്ളാഹുവിന്റെ പ്രവൃത്തികൾ പറയാം. അള്ളാഹുവിന് എല്ലാ പ്രവർത്തനത്തിന്റെ പിന്നിൽ യുക്തിയുണ്ട്, അത് പറയുന്നതിന് പകരം അള്ളാഹുവിന്റെ യുക്തി പ്രവർത്തിക്കുന്നു. നമ്മൾ സാധാരണ പറയലില്ലേ, ഒരാള് ഭയങ്കര ഐക്യുള്ള ആളാണെങ്കിൽ അയാൾ ഭയങ്കര ഇന്റലിജന്റ്, അയാളുടെ ഇന്റലിജൻസ് പ്രവർത്തിക്കുന്നു, അയാളുടെ തലയിലെ തലച്ചോറ് വർക്ക് ചെയ്യുന്നു, ബുദ്ധി പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ പ്രവൃത്തിയെ അയാളിൽ എന്തെങ്കിലും ഗുണഗണങ്ങളിലേക്ക്, വിശേഷങ്ങൾക്ക് ചേർത്തി പറയലില്ലേ? സമാനമായ പ്രയോഗങ്ങൾ ഇതിൽ മനോഹരമായി നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുപോലെ അള്ളാന്റെ യുക്തി പ്രവർത്തിക്കുന്നു, അള്ളാന്റെ വിധി പ്രവർത്തിക്കുന്നു, അള്ളാഹുവിന്റെ കഴിവ് പ്രവർത്തിക്കുന്നു. ഇങ്ങനെ പ്രയോഗം നടത്താൻ പാടില്ല. കാരണം ഇത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ അസ്മാ വ സിഫാത്തിലെ അഖീദയുടെ അടിസ്ഥാനങ്ങൾക്കെതിരാണ്. എന്താണെന്നറിയോ? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, അഹ്ലുസുന്ന വൽ ജമാഅക്കെതിരായി അള്ളാന്റെ അസ്മാ വ സിഫാത്തിൽ പഴച്ച കക്ഷികൾക്ക് മറുപടി പറയവേ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ സിഫത്തുകൾ അള്ളാഹുവിന്റെ ദാത്തിനോട് ബന്ധിതമാണ്. അള്ളാന്റെ സിഫത്തൊന്ന് വേറെ, അള്ളാന്റെ ദാത്തൊന്ന് വേറെ, അങ്ങനെയല്ല. സിഫത്തുകൾ അള്ളാഹുവിന്റെ ദാത്തിനുള്ള വിശേഷണമാണ്. സിഫത്ത് അള്ളാഹുവിൽ നിന്ന് വേർപ്പെടുന്നുണ്ടോ? ഇല്ല. അള്ളാഹുവിന്റെ ദാത്തിനെ വിശേഷിപ്പിക്കുന്ന, അള്ളാഹുവിന്റെ അസ്തിത്വത്തെ, സത്തയെ വിശേഷിപ്പിക്കുന്ന വിശേഷണങ്ങളാണ് സിഫത്തുകൾ. പക്ഷെ പിഴച്ച കക്ഷികൾക്ക് വേറൊരു വാദമുണ്ട്. സിഫത്ത് അത് വേറെ, ഓരോ സിഫത്തും സ്വതന്ത്രമായ വേറൊരു സംഗതി, ദാത്തൊന്ന് വേറെ, അങ്ങനെ സംഗതി ഉണ്ടാവും. ഇപ്പോ ഫുലാൻ ഇബ്നു ഫുലാൻ അയാൾ നല്ല ബുദ്ധിയുള്ളവനാണ്, അയാൾ നല്ല കാഴ്ചശക്തിയുള്ളവനാണ്, അയാൾ നല്ല പാണ്ഡിത്യമുള്ളതാണ്, അറിവുള്ള ആളാണ്, നല്ല എഴുത്തുകാരനാണ് എന്ന് പറയുമ്പോൾ അയാളുടെ എഴുത്ത് എന്നുള്ള വിശേഷണം ഒന്ന് വേറെ, അയാളൊന്ന് വേറെ, എഴുത്ത് വേറൊരു സാധനം, അയാൾ വേറൊരു ദാത്ത്. ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക. അയാളെ വിശേഷിപ്പിക്കുന്ന വിശേഷങ്ങളാണല്ലോ ഈ സിഫത്തുകൾ. അപ്പൊ അള്ളാഹുവിന്റെ ഹിക്മത്ത് വിധിക്കുന്നു, അള്ളാഹുവിന്റെ കഴിവ് വിധിക്കുന്നു, അള്ളാഹുവിന്റെ ഹിക്മത്ത് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹിക്മത്ത് എന്ന സംഗതി അള്ളാഹുവിൽ നിന്ന് വേറിട്ട വേറൊരു സംഗതിയാണ്. അതിന് പ്രവർത്തിക്കാൻ അതിനൊക്കെ കഴിവുണ്ട് എന്ന പഴച്ചവാദത്തിലേക്കുള്ള ധ്വനി അതിലുണ്ട്. അതുകൊണ്ട് എന്താ നമ്മൾ പറയേണ്ടത്? അള്ളാഹു വിധിക്കുന്നു, പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ അള്ളാഹുലേക്ക് ചേർത്ത് പറയുന്നു. അതല്ലേ മാന്യവും സൂക്ഷ്മവും ബുദ്ധിപരവുമായ പ്രയോഗം. ഇക്കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രയോഗമാണ്, സാധാരണ വ്യാപകമായി മിമ്പറിൽ നിന്ന് വരെ നമ്മൾ കേൾക്കാറുള്ള പ്രയോഗമാണ്, ഖുർആൻ പറയുന്നു, അള്ളാഹുവിന്റെ കലാം പറയുന്നു. ഖുർആൻ അള്ളാഹുവിന്റെ കലാം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അള്ളാഹുവിന്റെ കലാം എന്ന് പറഞ്ഞാൽ അള്ളാന്റെ സിഫത്താണ്. ഖുർആൻ പറയോ? അള്ളാന്റെ കലാം പറയോ? ഇത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞ അള്ളാന്റെ ഹിക്മത്ത് പ്രവർത്തിക്കുന്നു, അള്ളാഹുവിന്റെ കഴിവ് പ്രവർത്തിക്കുന്നു, അള്ളാഹുവിന്റെ സിഫത്തുകൾ അത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു എന്നതിലേക്ക് ധ്വനിപ്പിക്കുന്ന പ്രയോഗമാണത്. ഇവിടെ നമ്മൾ ന്യായീകരിക്കും. അതിനാണ് ഞാൻ ആദ്യം അടിസ്ഥാനം പറഞ്ഞു വെച്ച്, ഖുർആൻ പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഖുർആനിൽ അള്ളാഹ് പറയുന്നല്ലേ. നമ്മൾ ഖുർആൻ അങ്ങനെ സ്വതന്ത്രമായി സംസാരിക്കുന്ന ഒരു വസ്തുവായി ഖുർആൻ ഒരു ദാത്തുള്ളതായി നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ശരി, ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ദ്വയാർത്ഥമുള്ള ധ്വനിപ്പിക്കുന്ന പദപ്രയോഗങ്ങൾ നമ്മൾ നടത്തുന്നത്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറബി കേൾക്കുന്ന, അല്ലെങ്കിൽ കേട്ടിട്ടുള്ള അറബിയിലുള്ള പണ്ഡിതന്മാരുടെ സംസാരം കേൾക്കുന്ന, അതല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്കോളേഴ്സ് തന്നെ, സലഫി സ്കോളേഴ്സിന്റെ സംസാരം കേട്ടുള്ള ആൾ, അവരൊരിക്കലും ഖുർആൻ പറയുന്നു ഞാൻ കേട്ടിട്ടില്ല. അറബിയിലുള്ള മശായിഖ്മാർ ഖാല അല്ലാഹു തആല ഫിൽ ഖുർആനിൽ കരീം, ഖാല അല്ലാഹു തബാറക വ തആല, യഖൂലു അല്ലാഹു തബാറക വ തആല, അല്ലാഹു പറയുന്നു, അല്ലാഹു ഖുർആനിലൂടെ പറയുന്നു, അല്ലാഹുവിന്റെ കലാമിലൂടെ പറയുന്നു എന്നേ അവർ പറയാറുള്ളൂ. അതാണ് സൂക്ഷ്മമായ പ്രയോഗം. അല്ലാതെ ഖുർആൻ പറയുന്നു പറഞ്ഞാൽ ഖുർആൻ പറയാൻ സാധിക്കുന്ന ഒരു ദാത്തുള്ള, അള്ളാഹുവിന്റെ ദാത്തിൽ നിന്ന് വേർപ്പെട്ടൊരു സിഫത്ത്
എന്ന ധ്വനിയിലേക്ക് അത് വരും. ഉദ്ദേശം എന്താകട്ടെ, ഉദ്ദേശത്തെക്കുറിച്ച് നമ്മൾ ചർച്ചയല്ല, പ്രയോഗത്തിൽ അങ്ങനെ അബദ്ധം വരും. അതുകൊണ്ട് ഖുർആൻ പറയുന്നു, അള്ളാഹുവിന്റെ കലാം പറയുന്നു എന്നതിനേക്കാൾ സൂക്ഷ്മമായ പ്രയോഗം എന്താണ്? വേറെ പ്രയോഗം ഇല്ലെങ്കിൽ ഓക്കെ, അള്ളാഹു ഖുർആനിലൂടെ പറയുന്നു, അതല്ലേ ശരി? ഖുർആൻ അള്ളാഹുവിന്റെ സംസാരമാണ്. ഖുർആനിലൂടെ അള്ളാഹു സംസാരിക്കുന്നു, ഖുർആനിലൂടെ അള്ളാഹു പറയുന്നു, അള്ളാഹുവിന്റെ കലാമിലൂടെ പറയുന്നു. അതാണ് സൂക്ഷ്മമായ പ്രയോഗം. അങ്ങനെ പറയുന്നവർ ഈ അഖീദക്കെതിരാണ്, പഴച്ചവരാണെന്നൊന്നും ഞാനിവിടെ വിധിക്കാൻ ആളല്ലേ. സൂക്ഷ്മമായ പ്രയോഗം അതാണ് പറയുന്നത്. നമ്മളെ വാക്ക് യഖൂലു ലില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും അഹ്സനായ പ്രയോഗം. ഖൂലു ഖൗലൻ സദീദ, ഏറ്റവും ശരിയായ പ്രയോഗം. അതാണ് അള്ളാഹു നമ്മോട് പറയാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പദപ്രയോഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. വല്ലാഹു അഅലം ബിസ്സവാബ്. വേറെ ചില ഉദാഹരണങ്ങൾ ഷെയ്ഖ് ഇതിൽ സാന്ദർഭികമായി പറയുന്നത്, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ, വാക്കിൽ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ ആളുകൾക്ക് സംഭവിക്കുന്നത്? എന്തായിരിക്കും ഇതിന്റെ കാരണം എന്ന് പറയാൻ പറ്റുമോ? എന്തായിരിക്കും കാരണം? ഇപ്പൊ ഞാൻ ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞു, ഇതിൽ പലതും നമ്മുടെ നാവിൽ നിന്ന് വരെ വരുന്നതാണ് അല്ലേ? എന്താണ് ഇതിന്റെ കാരണം? അടിസ്ഥാന കാരണം എന്താണ്? അത് കേട്ട് വരുന്നത് അങ്ങനെ. ഈ കേട്ടത് തിരുത്തപ്പെടാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? പഠിക്കുന്നില്ല, ഇസ്ലാമിന്റെ ശരിയായ അഖീദ പഠിക്കുന്നില്ല, എന്തു പറയണം, എന്തു പറഞ്ഞുകൂടാ എന്ന് പഠിക്കുന്നില്ല. ഇത് നമ്മൾ പറഞ്ഞ അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുമായി, അഖീദയുമായി, നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറയുമായി, അള്ളാഹുവിലുള്ള ഈമാനുമായി ബന്ധപ്പെട്ട ചർച്ച മാത്രമാണ് ഇതുവരെ നടത്തിയത്. അള്ളാഹുവിലുള്ള ഈമാൻ, ഞാൻ അള്ളാഹുൽ വിശ്വസിക്കുന്ന മുവഹിദാണ്, ഞാൻ പച്ച മുവഹിദാണ് എന്ന് മേനി നടിക്കുന്ന, അഭിമാനം പറയുന്നവരാണ് നമ്മൾ. അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുള്ള ഈമാനിനെ ബാധിക്കുന്ന കാര്യമാണിത്. നമ്മുടെ തൗഹീദിന്റെ പൂർണ്ണതയെ ബാധിക്കുന്ന വിഷയങ്ങളാണിത്. വാക്കിൽ, ഒരുപക്ഷെ വാക്കിൽ കുഫ്റും ശിർക്കും ധ്വനിപ്പിക്കുന്ന പദപ്രയോഗങ്ങളാണിത്. ശേഷം ഇനി വരുന്നുണ്ട്, വിശദമായി നമുക്ക് സംസാരിക്കാം. അതുകൊണ്ട് ഇസ്ലാമിന്റെ അഖീദ നമ്മൾ ശരിക്കും പഠിക്കുന്നില്ല. പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ ഈ പറഞ്ഞ വിധിക്കെതിരായ സംസാരങ്ങളെല്ലാം, ഖലാ ഖദറിനെതിരായ സംസാരങ്ങളെല്ലാം അള്ളാഹുവിന്റെ സിഫാത്തുകളെ ചോദ്യം ചെയ്യുന്ന, അള്ളാഹുവിന്റെ ഹിക്മത്തിനെ, അള്ളാഹുവിന്റെ നീതിയെ, അള്ളാഹു ആരോടും ദുൽമ ചെയ്യുകയില്ല എന്ന, അള്ളാഹുവിൽ നമ്മൾ അകറ്റി നിർത്തേണ്ടുന്ന വിശേഷണങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധിയെ, അതിനെ കളങ്കം ചാർത്തുന്ന പ്രയോഗങ്ങളാണ്. അപ്പൊ എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കണം? ഇതൊരു മുവഹിദിന്റെ ധർമ്മം, ഇത് പഠിക്കണം. നമ്മൾ കുത്തിയിരുന്ന് പഠിക്കണം, ചടഞ്ഞിരുന്ന്. എത്രത്തോളം നമ്മൾ പഠിക്കാനുണ്ട്? നമ്മൾ ആകെ അറിഞ്ഞ തൗഹീദാണെന്നാണ് പറയുന്നത്. നമുക്കാകെ നമ്മൾ ദീനിൽ പഠിച്ചത് സലഫിയായിട്ട് തൗഹീദാണ്. നമ്മൾ തൗഹീദ് പഠിച്ചവരാണല്ലോ. തൗഹീദ് പഠിച്ചവരെ കഥയാണ് ഈ പറയുന്നത്. തൗഹീദിന്റെ ഭാഗമല്ലേ ഇതൊന്നും? അപ്പൊ തൗഹീദ് തന്നെ നമ്മൾ എത്ര പഠിക്കാനുണ്ട് സഹോദരങ്ങളെ? അത് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ അത് വളരെ മനോഹരമായി, കൃത്യവും കണിശവും വ്യക്തവും വിശദവുമായി അവരെ ഗ്രന്ഥങ്ങളിൽ മുൻകാലത്തും പിൽക്കാലത്തും ഇന്നും രചിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ കിതാബുകളുടെയും അവർ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ, നമ്മുടെ ദീനിനെ നിത്യജീവിതത്തിൽ ബാധിക്കുന്ന അബദ്ധങ്ങളുടെ ഗൗരവങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ എത്രയോ ഇനിയും പഠിക്കാനുണ്ട് എന്ന തിരിച്ചറിവാണ് നമ്മളെ നയിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയട്ടെ, എൻ്റെ മുമ്പിലിരിക്കുന്ന പലർക്കും ആഴ്ചയിൽ നമ്മളിവിടെ സംഘടിപ്പിക്കുന്ന മജ്ലിസിൽ വരെ നമ്മുടെ തിലക്കുകളും നമ്മുടെ മറ്റു ഭൗതികമായ കാര്യങ്ങളും മാറ്റിവെച്ച് വരാൻ സാധിക്കാറില്ല. സാധിക്കണം. നമ്മൾ ആഴ്ചയിൽ ബാക്കിയുള്ള ദിവസവും മണിക്കൂറും രാവും പകലൊക്കെ നമ്മുടെ ദുനിയാവിന് വേണ്ടി ഓടുന്നുവെങ്കിൽ നമ്മുടെ തൗഹീദ് സംരക്ഷിക്കാൻ, നമ്മുടെ അഖീദ സംരക്ഷിക്കാൻ, അതില്ലാതെ ദുനിയാവിൽ എന്ത് കെട്ടിപ്പടുത്തിട്ട് എന്താണ് ഉപകാരം സഹോദരങ്ങളെ? നമ്മുടെ അഖീദക്ക് വിള്ളൽ വരുന്ന വാക്കും പ്രവർത്തനമൊക്കെ നമ്മൾ ചെയ്തു കൂട്ടിയിട്ട് ദുനിയാവിൽ എന്ത് നേടിയിട്ട്, എന്ത് കെട്ടിപ്പടുത്തിട്ട് എന്താണ് നമുക്ക് കാര്യം? അതുകൊണ്ട് നമ്മുടെ അഖീദ നന്നാക്കാൻ, നമ്മുടെ ഈമാൻ ശരിയാകാൻ, നമ്മുടെ തൗഹീദ് പൂർണ്ണതയിലെത്തിക്കാൻ അവസാന സമയത്ത് നിങ്ങൾക്കറിയോ, മഹാനായ അബൂ സുർഅ അർ-റാസി റഹിമഹുല്ല, മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ചരിത്രം. അദ്ദേഹം വലിയ മുഹദ്ദിസായിരുന്നു. അദ്ദേഹം മരിക്കാൻ സമയത്ത് ബോധരഹിതനായി, മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ബോധരഹിതനായി, മിണ്ടാൻ കഴിയുന്നില്ല. അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വലിയ പണ്ഡിതന്മാർ, മുഹദ്ദിസുകളും അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളും അടങ്ങുന്ന ഒരു വിഭാഗം ആളുകൾ അദ്ദേഹത്തിന്റെ മരണശയ്യയിൽ അദ്ദേഹത്തെ കാണാൻ, അദ്ദേഹത്തിൽ നിന്ന് അന്തിമ വസിയത്ത് സ്വീകരിക്കാൻ വേണ്ടി പോയി. അബൂ സുർഅ അർ-റാസി, തഫ്സീറുർ റാസി രചിച്ചിട്ടുള്ള ഫഖ്റുദ്ദീൻ റാസി അല്ല കേട്ടോ, അത് വേറെ. അദ്ദേഹത്തിന് അഹ്ലുസുന്നയുടെ അഖീദയുമായി വ്യതിയാനമുണ്ട്. പിൽക്കാലത്ത് അദ്ദേഹം മടങ്ങി
എന്ന് പറയപ്പെടുന്നുണ്ട്. അല്ലാഹു അഅലം റഹിമഹുല്ല. ഇദ്ദേഹം അഹ്ലുസുന്നയുടെ ശരിയായ അഖീദയിൽ ജീവിച്ചു മരിച്ച മുഹദ്ദിസായ അബൂ സുർഅ അർ-റാസി. അങ്ങനെ അദ്ദേഹത്തെ സന്ദർശിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം മിണ്ടുന്നില്ല, ബോധരഹിതനാണ്. അദ്ദേഹം ആ അവസ്ഥയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ ചൊല്ലാതെ മരണപ്പെട്ടെങ്കിലോ അദ്ദേഹത്തെ അത് ഓർമ്മപ്പെടുത്തണമല്ലോ. ലഖീനു മൗതാക്കും, മരണമെടുത്തവർക്ക് ഇത് തൽഖീനായി ചൊല്ലിക്കൊടുക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണല്ലോ ഇനി ചെയ്യാനുള്ളത്. പക്ഷെ അതിന് അദ്ദേഹം കേൾക്കുന്നില്ല, അദ്ദേഹം അറിയുന്നില്ല. എന്തു ചെയ്യും? ഇവരാകെ ആശയക്കുഴപ്പത്തിലായി. അദ്ദേഹത്തിന് അത് ഓർമ്മിപ്പിക്കാൻ ഇവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യവും അദ്ദേഹത്തിന്റെ വഖാറും ഇവരെ ആ വിഷയത്തിൽ ലജ്ജിപ്പിച്ചു. അങ്ങനെ കൂട്ടത്തിൽ ഒരു മുഹദ്ദിസ് നമുക്ക് ഒരു ഹദീസിനെ പറ്റി പറയാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു യുക്തി, ഒരു ബുദ്ധി പ്രയോഗിച്ചതാണ്. ഒരു ഹദീസിന്റെ സനദങ്ങ് ആരംഭിച്ചു. ഒരു ഹദീസിന് ഹദ്ദസന ഫുലാൻ ഇബ്നു ഫുലാൻ ഹദ്ദസന എന്ന് പറഞ്ഞൊരു ഹദീസിന്റെ സനദങ്ങ് ആരംഭിച്ചു. അങ്ങനെ ഇടയിലെത്തിയപ്പോൾ ഹദീസിന്റെ പരമ്പര അദ്ദേഹത്തിന് കിട്ടാതെ സ്റ്റക്കായിപ്പോയി. അദ്ദേഹം പറഞ്ഞത് മുറിഞ്ഞുപോയി. കൂടെ നിൽക്കുന്ന ആർക്കും ആ പരമ്പര സനദ് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ആർക്കും ആ സമയത്ത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബോധരഹിതനായി മരണശയ്യയിൽ മരണത്തോട് മല്ലിട്ട് സംസാരിക്കാൻ ശേഷിയില്ലാതെ കിടന്ന അബൂ സുർഅ അർ-റാസി റഹിമഹുല്ല അതിന്റെ സനദങ്ങ് പൂർത്തീകരിക്കണം. ഹദ്ദസന ഫുലാൻ ഇബ്നു ഫുലാൻ ഹദ്ദസന ഫുലാൻ ഇബ്നു ഫുലാൻ അൻ അബീ ഹുറൈറത അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. തൂഫി റഹിമഹുല്ല. ആരുടെ അവസാന വാക്കാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായത്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നു പറയുന്നത് അദ്ദേഹം മരണപ്പെട്ടു. ഇതാണ് തൗഫീഖ്. ഇതാണ് തൗഫീഖ്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ മരിക്കാൻ ഏത് പ്രതികൂല സാഹചര്യത്തിലും ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തു ഷഹാദ തൗഹീദിന്റെ മന്ത്രധ്വനി ഉരുവിടാൻ നമുക്ക് തൗഫീഖ് ഉണ്ടാവണമെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം 1 മണിക്കൂർ പോലും അതിനു വേണ്ടി അത് പഠിക്കാൻ വേണ്ടി നമ്മൾ മാറ്റിവെച്ചിട്ടില്ലെങ്കിൽ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? വൽഇയാദു ബില്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തൽക്കാലം നമുക്ക് ഈ സംസാരം ഇനി അടുത്ത ബാബിലേക്ക് നമ്മൾ കടന്നാൽ അത് പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അള്ളാഹുവിന്റെ ഖളാ ഖദറിനെതിരായിട്ടുള്ള ആ രംഗത്തെ അഹ്ലുസുന്നയുടെ അടിത്തറക്കെതിരായി വരുന്ന പദപ്രയോഗങ്ങളിൽ അബദ്ധങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വാക്കും പ്രവൃത്തിയും നന്നാക്കുകയും ഈമാനോടുകൂടി തൗഹീദിലായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ارحم والدينا كما ربونا صغارا. اللهم ارحم والدينا كما ربونا صغارا. اللهم ارحم والدينا كما ربونا صغارا. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.